मैत्रीं भजत अखिलहृजेत्रीं मैत्रीं भजत अखिलहृजेत्रीम् आत्मवदेव पराण्यपि पश्यत युद्धं त्यजद स्पर्धां त्यजद त्यजद परीक्ष्वाक्रमणं मैत्रीं भजद अखिलहृजेत्रीम्. നന്ദി. യോഗത്തിന് സ്വാഗതം ആശംസിക്കുന്നതിനായി കളിയരങ്ങ് കോട്ടയം സെക്രട്ടറി ശ്രീ MD സുരേഷ് ബാബു സാറിനെ സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു. കലാമണ്ഡലം ഗംഗാധരനാശാൻ അനുസ്മരണം ഇന്ന് അനുസ്മരണ സമിതിയുടെയും കളിയരങ്ങിൻ്റെയും സംയുക്ത ആഭിമുഖ്യത്തിൽ ഇവിടെ നടത്തപ്പെടുകയാണ്. കലാമണ്ഡലം ഗംഗാധരനാശാൻ അരങ്ങിൽ കത്തി നിന്നിരുന്ന കാലത്ത് കളിയരങ്ങ് വേദികളിൽ പല പ്രാവശ്യം വന്നിട്ടുണ്ട്. കളിയരങ്ങ് മെമ്പേഴ്സിനും മറ്റ് സഹൃദയർക്കുമെല്ലാം അദ്ദേഹത്തിൻ്റെ പാട്ട് കളിയരങ്ങിൽ കേട്ട് നല്ല പരിചയവുമുണ്ട്. അദ്ദേഹത്തിൻ്റെ ഒരു അനുസ്മരണം കളിയരങ്ങിൻ്റെ ആഭിമുഖ്യത്തിൽ കോട്ടയത്ത് നടത്തിയാൽ കൊള്ളാമെന്ന് അനുസ്മരണ സമിതി അഭ്യർത്ഥിച്ചപ്പോൾ വളരെയേറെ സന്തോഷത്തോടെയാണ് നമ്മൾ അത് ഏറ്റെടുത്തത്. ഇന്ന് രാവിലെ 9 മണിക്ക് ആശാൻ്റെ ചിത്രത്തിന് മുമ്പിൽ വിളക്ക് കൊളുത്തി ആരംഭിച്ച ഈ പരിപാടി ഇന്ന് സന്ധ്യ വരെ നീണ്ടു നിൽക്കുന്ന ഒരു മുഴുദിന പരിപാടിയായി നമ്മൾ ആചരിക്കുകയാണ്. കലാമണ്ഡലം ഗംഗാധരനാശാൻ്റെ ഈ അനുസ്മരണ സമ്മേളനത്തിന് ഇന്നിവിടെ അധ്യക്ഷം വഹിക്കുന്നത് ആശാൻ അനുസ്മരണ സമിതി പ്രസിഡൻറ്റ് പ്രശസ്ത ഗായകൻ ശ്രീ കോട്ടക്കൽ PD നാരായണൻ നമ്പൂതിരിയാണ്. അദ്ദേഹത്തെ കളിയരങ്ങിന് വേണ്ടി ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്തുകൊള്ളുന്നു. നമ്മളിന്ന് 3 പേരെ ഈ വേദിയിൽ ആദരിക്കുന്നുണ്ട്. 3 കോട്ടയത്തിൻ്റെ പ്രത്യേകം അഭിമാനമായ കളിയരങ്ങിൻ്റെ ബന്ധുക്കളായ 3 പേർ. ഒന്ന് ശ്രീ തിരുവിഴ ജയശങ്കർ സാർ. സംഗീതപ്രേമികൾക്കോ കലാപ്രേമികൾക്കോ അദ്ദേഹത്തെ പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല. നാദസ്വര ചക്രവർത്തി. ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ സംഗീത പരിപാടി അവതരിപ്പിച്ച് ശ്രദ്ധ നേടിയിട്ടുള്ള ശ്രീ തിരുവിഴ ജയശങ്കർ സാർ. അദ്ദേഹം കളിയരങ്ങിൻ്റെ ഒരു ഉറ്റ ബന്ധുവാണ്. പലപ്പോഴും പരിപാടികൾ കേൾക്കുവാനും കാണുവാനും ഇവിടെ സന്നിഹിതനാകാറുണ്ട്. ഈ അടുത്ത് നമ്മൾ ഈ അവാർഡ് അദ്ദേഹത്തിന് ആദരം പ്രഖ്യാപിച്ചതിന് ശേഷമാണ് മഹാത്മാഗാന്ധി യൂണിവേഴ്സിറ്റി അദ്ദേഹത്തെ ഡോക്ടറേറ്റ് നൽകി ആദരിച്ചത്. ശ്രീ തിരുവിഴ ജയശങ്കർ സാറിനെ ഈ വേദിയിലേക്ക് അനുസ്മരണ സമിതിയുടെയും കളിയരങ്ങിൻ്റെയും ആദരം ഏറ്റുവാങ്ങുന്നതിന് വേണ്ടി പ്രത്യേകം സ്വാഗതം ചെയ്യട്ടെ. കളിയരങ്ങിൻ്റെ സ്ഥാപക സെക്രട്ടറി ശ്രീ പള്ളം ചന്ദ്രൻ സാർ. കഥകളി ലോകത്ത് പ്രത്യേകിച്ച് പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല. അദ്ദേഹം എത്തിച്ചേർന്നിട്ടുണ്ട്. കളിയരങ്ങിൻ്റെ പേരുള്ള സ്വാഗതമല്ല, അനുസ്മരണ സമിതിയുടെ പേരിലുള്ള സ്വാഗതമാണ് കൂടുതൽ പ്രസക്തം. ഈ വേദിയിലേക്ക് ചന്ദ്രൻ ചേട്ടനെ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുകയാണ്. വേദിയിലിരിക്കാനുള്ള ബുദ്ധിമുട്ട് മൂലം അദ്ദേഹം താഴെ എത്തിച്ചേർന്നിട്ടുണ്ട്. ചന്ദ്രൻ ചേട്ടനെ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ഇനി എന്നുള്ളത് കുറൂർ ചെറിയ വാസുദേവൻ നമ്പൂതിരി, നമ്മളുടെയൊക്കെ മിടുക്കൻ ചേട്ടൻ, കഥകളി ലോകത്തെ എല്ലാവരുടെയും മിടുക്കൻ ചേട്ടൻ. അദ്ദേഹത്തിന്
കേരള സംസ്ഥാന കഥകളി അവാർഡ് നേടിയതിൽ അദ്ദേഹത്തെ ആദരിക്കുന്നതിനു വേണ്ടി നമ്മളിന്ന് ആലോചിക്കുന്നുണ്ട്. അദ്ദേഹത്തെയും ഈ വേദിയിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. മിടുക്കൻ ചേട്ടൻ്റെ കൂടെ തന്നെ കഥകളി സംഗീതത്തിന് കേരള സംസ്ഥാന കഥകളി അവാർഡ് നേടിയ കലാനിലയം ഉണ്ണികൃഷ്ണനാശാൻ ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. അദ്ദേഹം കലാമണ്ഡലം ഗംഗാധരനാശാൻ അനുസ്മരണ സമിതിയുടെയും കൂടെ അംഗമായതിനാലാണ് പ്രത്യേകിച്ച് നമ്മൾ ഇവിടെ ഒരു സ്വീകരണം ഒരുക്കാത്തത്. അദ്ദേഹം ഇന്നിവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. കളിയരംഗങ്ങൾക്കും എല്ലാവർക്കും സുപരിചിതനായ അദ്ദേഹത്തെ സ്നേഹപൂർവ്വം ഞാൻ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. പ്രശസ്ത ഗായകൻ ശ്രീ കലാമണ്ഡലം സുരേന്ദ്രൻ അനുസ്മരണ സമിതി പ്രതിനിധിയായി ഇവിടെ എത്തിയിട്ടുണ്ട്. അദ്ദേഹത്തെയും സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യട്ടെ. ഇന്ന് ഗംഗാധരപാണി എന്ന കലാമണ്ഡലം ഗംഗാധരാശാൻ്റെ പാട്ടുവഴികളെ കുറിച്ച് സംസാരിക്കുന്നതിന് വേണ്ടി ശ്രീ മനോജ് കുറൂർ നമ്മളുടെ അംഗമാണ്. കഥകളി ചെണ്ട കലാകാരനാണ്, അധ്യാപകനാണ്, നോവലിസ്റ്റാണ്, കവിയാണ്. ഇങ്ങനെയെല്ലാമുള്ള മനോജ് കുറൂറിനെ കളിയരങ്ങിൻ്റെയും അനുസ്മരണ സമിതിയുടെയും പേരിൽ സ്നേഹപൂർവ്വം ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. ഇനിയെന്നുള്ളത് ഇന്ന് കലാമണ്ഡലം ഗംഗാധരനാശാൻ അവാർഡ് അതിനർഹമായ കലാമണ്ഡലം വിശ്വാസാണ്. കഥകളി രംഗത്തെ യുവ ഗായകനുള്ള വളരെയേറെ ശ്രദ്ധിക്കപ്പെട്ട ശ്രീ വിശ്വാസിന് ഈ അവാർഡിന് തീർച്ചും അർഹനായ വിശ്വാസിനെയും ഈ വേദിയിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്തുകൊള്ളുന്നു. അധ്യക്ഷ പ്രസംഗത്തിനായി ശ്രീ പി ഡി നമ്പൂതിരിയെ വിളിക്കുന്നു. വേദിയിലും സദസ്സിലുമിരിക്കുന്ന എല്ലാ വലിയവർക്കും നമസ്കാരം. ഗംഗാധരാശാൻ്റെ ഈ അനുസ്മരണം കോട്ടയത്ത് വച്ച് നടത്തി തരാനുള്ള എല്ലാ സൗകര്യങ്ങളും എൻ്റെ ഒത്താശകളെല്ലാം ചെയ്തു തന്ന ഈ കളിയരങ്ങിൻ്റെ ആൾക്കാരോട് ആദ്യമായിട്ടൊരു നന്ദി പറയുകയാണ്. പിന്നെ ഗംഗാധരാശാൻ്റെ പാട്ടിനെ പറ്റി പറഞ്ഞിട്ട് കാര്യം പറഞ്ഞാൽ തീരില്ല. അങ്ങനെയാണ് അദ്ദേഹത്തിൻ്റെ ഒരു വഴി. എത്ര പറഞ്ഞാലും പിന്നെ 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 സംഭവങ്ങളാണ്, സംഗതിയല്ല സംഭവങ്ങൾ. അങ്ങനെയുള്ള വലിയ ആശാൻ്റെ ഈ അനുസ്മരണ ദിവസം എല്ലാ കൊല്ലവും വളരെ വളരെ ഗംഭീരമായിട്ട് ഇനിയും നടത്തി വരണമേ എന്ന് വിനീതമായിട്ട് അഭ്യർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നമസ്കാരം. നന്ദി. ഗംഗാധരനാശാൻ അനുസ്മരണം കോട്ടയത്ത് വച്ച് നടത്തണം എന്ന് തീരുമാനിച്ച മുഹൂർത്തത്തിൽ തന്നെ അതിൻ്റെ ഉദ്ഘാടകനായി ആര് വേണം എന്ന ആലോചനയിൽ യാതൊരു സംശയവുമില്ലാതെ സർവ്വഥാ യോഗ്യനായ ഒരാളെ തന്നെ നമുക്ക് കിട്ടിയത് ഭാഗ്യമാണ്. ഈ അനുസ്മരണ സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുന്നതിനായി നാദസ്വര ചക്രവർത്തി ഇസൈ ആഴ്വാർ കലൈമാമണി ശ്രീ തിരുവഴ ജയശങ്കർ സാറിനെ
സ്നേഹപൂർവം ക്ഷണിച്ചുകൊള്ളും. വേദിയിലിരിക്കുന്ന ഈ സമ്മേളനത്തിൻ്റെ അധ്യക്ഷൻ ശ്രീ കോട്ടയ്ക്കൽ പി ഡി നമ്പൂതിരി, സ്വാഗത പ്രാസംഗികൻ എം ഡി സുരേഷ് ബാബു, കുറൂർ വാസുദേവൻ നമ്പൂതിരി, മനോജ് കുറൂർ, മറ്റും ആരാധ്യ പുരുഷന്മാർ, സദസ്സിലിരിക്കുന്ന കഥകളി ആശാന്മാരെ, ആസ്വാദകരെ, സഹോദരി സഹോദരന്മാർ, 2-3 ദിവസമായിട്ട് ചുമയും ജലദോഷമൊക്കെ ആയതുകൊണ്ട് ഞാൻ വരണോ എന്ന് സംശയിച്ചു. എന്നാലും സുരേഷ് ബാബുവിൻ്റെ പ്രത്യേക നിർബന്ധം കാരണം ഞാൻ തീർച്ചയായിട്ടും വരാം എന്ന് സമ്മതിച്ച് വന്നതാണ്. കളിയരങ്ങും ആശാൻ അനുസ്മരണ സമിതിയും ചേർന്ന് നടത്തുന്ന കലാമണ്ഡലം ഗംഗാധരൻ ആശാൻ സ്മൃതി അനുസ്മരണ സമ്മേളനം ഉദ്ഘാടനം ചെയ്യാനും എൻ രാമദാസിൻ്റെ സ്മരണാർത്ഥം ഏർപ്പെടുത്തിയ പുരസ്കാരം നൽകാനും എന്നെ ക്ഷണിച്ചതിൽ എനിക്ക് വളരെയേറെ സന്തോഷവും നന്ദിയും ഉണ്ട് എന്ന് ആദ്യമേ ഞാൻ പറഞ്ഞുകൊള്ളട്ടെ. ഈ നാഗസ്വരവും കഥകളിയും തമ്മിൽ എന്താണ് ബന്ധം? ഈ ഒരു ചോദ്യം വളരെ നാൾ മുമ്പ് കൈരളി ടി വിയിൽ നമ്മുടെ ശങ്കരൻ നമ്പ്രാന്തിരിയുടെ ഒരു അഭിമുഖത്തിൽ എന്നെയും പ്രത്യേകം ക്ഷണിച്ച് നടൻ സിദ്ദിഖ് ചോദിച്ച ഒരു ചോദ്യമാണ് നാദസ്വരവും കഥകളിയും തമ്മിൽ എന്താണ് ബന്ധം എന്ന്. അതിന് ശരിയായ മറുപടി എമ്പ്രാന്തിരി നൽകുകയും ചെയ്തു. ഞാനും ജയശങ്കറും തമ്മിൽ ഇതേപ്പരം ഒരു എന്തോ പൂർവ്വജന്മത്തിലുള്ള ഒരു സുഹൃതം പോലെയാണ് ഞങ്ങൾ തമ്മിൽ ഉള്ള ഒരു ബന്ധം. അത് പറയാതിരിക്കാനൊക്കെയില്ല. ജയശങ്കറിൻ്റെ നാഗസ്വരം കേട്ട് അതിൽ നിന്ന് ഒരുപാട് സംഗതികൾ ഞാൻ എടുത്തിട്ടുണ്ട് എന്ന് അദ്ദേഹം പരസ്യമായി പറയുകയും ചെയ്തു. അത് വളരെ ശരിയായിരിക്കും അദ്ദേഹം പറഞ്ഞതെന്ന് എനിക്ക് തോന്നുന്നു. ഇപ്പം ഇന്ന് ഇവിടെ ഇരിക്കുന്ന ഈ സദസ്സിന് തോന്നും ഇങ്ങനൊരു നാസുറും കഥകളിയും തമ്മിലുള്ള ഒരു ബന്ധം എന്തിനാണെന്ന്. ഇതിൻ്റെ അടിസ്ഥാനം വന്നിട്ട് സംഗീതം എന്നാണ്. സംഗീതമാണ്. ആ സംഗീതമാണ് എല്ലാവരെയും ബന്ധിപ്പിക്കുന്നത്. എൻ്റെ നാഗസ്വരമാണെങ്കിലും പാട്ടാണെങ്കിലും കഥകളി ആണെങ്കിലും സോപാന പാട്ടാണെങ്കിലും എല്ലാത്തിൻ്റെ അടിസ്ഥാനം ആ സംഗീതം എന്നുള്ളതാണ്. ഇത്രയും ഒരു വലിയ സദസ്സിന് മുമ്പിൽ കഥകളി ആശാന്മാരുടെയും കഥകളി വിദ്വാൻമാരുടെയും മേളം ചക്രവർത്തിമാരുടെ ഇടയിൽ നിന്നുകൊണ്ട് ഞാൻ ഇവിടെ 2 വാക്കും ഇത് ഉദ്ഘാടനം ചെയ്യാനും 2 വാക്ക് സംസാരിക്കാനും എനിക്ക് വളരെ ഞാനൊരു സന്തോഷമായിട്ടാണ് സുരേഷ് ബാബുവിനോട് പറഞ്ഞത്. ഞാനിത്
കലാമണ്ഡലം ഗംഗാധരൻ എന്ന ആ കഥകളി ഗായക പ്രതിഭയെപ്പറ്റി ഞാൻ കേട്ടിട്ടുണ്ടെങ്കിലും ആ പാട്ട് കേൾക്കാനുള്ള ഒരു അവസരം എനിക്ക് ഉണ്ടായിട്ടില്ല. നമ്പീശൻ മാഷെ ഞാൻ കേട്ടിട്ടുണ്ട്, അദ്ദേഹവുമായിട്ട് അടുത്ത് ഇടപഴകിയിട്ടുണ്ട്, അദ്ദേഹത്തിൻ്റെ പാട്ടും കേട്ടിട്ടുണ്ട്. കാരണം ഞങ്ങൾ കേരള സംഗീത നാട അക്കാദമിയിൽ ഒരു 3 വർഷം മെമ്പർമാരായിരുന്നു ജി ശങ്കരപ്പിള്ളയുടെ കാലത്ത്. അന്ന് ഞങ്ങൾക്ക് ഒഴിവ് സമയം കിട്ടുമ്പോഴും ഞങ്ങൾ ഈ കഥകളിയെപ്പറ്റി സംഗതിയെപ്പറ്റിയും അദ്ദേഹം പാടിക്കാണിക്കുകയും ഞങ്ങൾ ചില സംശയങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി ചോദിക്കുകയും മനസ്സിലാക്കുകയൊക്കെ ചെയ്യുന്നൊരു പതിവുണ്ടായിരുന്നു. അങ്ങനെ നമ്പീശൻ ഭാഷ എനിക്ക് നന്നായിട്ടറിയാം. ഗംഗാധരൻ ആശാനെപ്പറ്റി കുറച്ചെങ്കിലും അറിയണം എന്ന് വിചാരിച്ച് ഞാൻ എൻ്റെ പ്രിയ സുഹൃത്തും സ്നേഹനിധിയായ ചണ്ടവായനയിൽ വിസ്മയം കാണിക്കുന്ന കുറൂർ വാസവൻ നമ്പൂരിയോട് ഞാനിതിനെപ്പറ്റി ഗംഗാധരൻ ഭാഷയെപ്പറ്റി ചില അന്വേഷണങ്ങൾ നടത്തുകയുണ്ടായി. അദ്ദേഹം ഉടനെ ചില വിവരങ്ങൾ എനിക്ക് പറഞ്ഞു തരികയും ഗംഗാധരൻ ആശാൻ്റെ പാടിയ ഒരു ബിരുദവും ആ വിജനബദ എന്നുള്ള ആ ഇതും ഉണ്ണികൃഷ്ണൻ കുറുപ്പിനെയും അതും കേൾക്കണം എന്ന് പറഞ്ഞ് അതും എനിക്ക് അയച്ചു തന്നുകൊണ്ടുണ്ടായി. ഇത് രണ്ടും ഞാൻ കേട്ടു. ഗംഗാധരൻ ആശാൻ ഇത്രയേറെ കഴിവുണ്ടെന്ന് മനസ്സിലായത് എനിക്ക് അന്ന് ആദ്യമായിട്ടാണ് ഞാൻ മനസ്സിലായത്. ആ തോടി രാഗം, ആ വിരുത്തം, ചില സംഗതികൾ, നാഗസ്വരത്തിൻ്റെ ചില സംഗതികൾ അടിക്കുന്ന മാതിരിയാണ് അദ്ദേഹം പാടിയിരിക്കുന്നത്. ആ വിരുത്തം അത് കഴിഞ്ഞിട്ടാണ് വളരെ സ്ലോ ടെമ്പോയിൽ ആ വിജനബദ എന്ന് പാടിയിരിക്കുന്നത്. ആദ്യത്തെ ആ വിരുത്തം പാടുമ്പോൾ ഈ തോടി രാഗം വന്നിട്ട് നാഗസ്വരത്തിനാണ് ഏറ്റവും പ്രാധാന്യമുള്ളത്. നാഗസ്വര ചക്രവർത്തി രാജരത്നം പിള്ള തോടി 7-8 മണിക്കൂറാണ് രാഗവിസ്ഥാനം ചെയ്തത്. തോടിയിൽ അദ്ദേഹമാണ് ഇത്രയും വിസ്താര സാധ്യതയുണ്ടെന്ന് കാണിച്ചു തന്ന ഒരു ചക്രവർത്തി. സുചൈന്ദ്രത്ത് അദ്ദേഹം വായിച്ചുകൊണ്ടിരുന്നപ്പോൾ 3 ദിവസം കച്ചേരിയിലും ആദ്യം 2 കീർത്തനം വായിച്ചിട്ട് 4 മണിക്കൂറും തോടി രാഗം ഇന്ന് വന്നത് നാളെ വരാതെ ഞാൻ വായിച്ചാൽ ഇപ്പോഴും ആ പഴമക്കാരൊക്കെ പറഞ്ഞ് കേട്ടിട്ടുണ്ട്. ഇതൊന്നുമല്ല, ഞാൻ റേഡിയോ സ്റ്റേഷനിൽ ജോലിയായിരുന്നല്ലോ. അവിടെ ഇപ്പോഴും പണ്ട് കൊളംബിയ റെക്കോർഡിൽ 78 റെക്കോർഡിൽ ഒരു 2 റെക്കോർഡ് ഇരിപ്പുണ്ട്. അതിൽ ഒരു റെക്കോർഡിന് 6 മിനിറ്റ്. അങ്ങനെ ഈ 12 മിനിറ്റ് ഈ തോടി രാഗം പഴയ തിബിരിദാസരത്തിൽ വായിച്ചിരിക്കുന്നത് ഷഡ്ജ പഞ്ചമം ഇല്ലാതെ വക്രസ്വരങ്ങൾ ഇട്ട് വായിച്ച് വളരെ മനോഹരമാക്കിയിരിക്കുന്ന ഒരു തോടി. അത് വേറെ ഒരുത്തർക്കും ചെയ്യാനൊക്കത്തില്ല. ഏത് പാട്ടുകാർക്കും ഒരുത്തർക്ക് ചെയ്യാനൊക്കാത്ത രീതിയിൽ അദ്ദേഹം ചെയ്തു വെച്ചിട്ടാണ് പോയത്. അങ്ങനത്തെ ഒരു തോടി. അപ്പോൾ ആ തോടി രാഗം ആ ബാണിയിൽ ആണ് ആ വിരുത്തം പാടിയിരിക്കുന്നത്. എനിക്കത് കേട്ടപ്പോഴും മനസ്സിലായി, വാസ്തവം പറഞ്ഞാൽ. അത് കഴിഞ്ഞ് വിജനബദ എന്നും പറഞ്ഞ് വളരെ ആ സ്ലോ ടെമ്പോയിൽ വളരെ എന്ത് സുഖമായിട്ടാണ് അദ്ദേഹം പാടിയിരിക്കുന്നത്. വാസ്തവം എനിക്കത് കേട്ടപ്പോൾ വാസ്തവം പറഞ്ഞാൽ കുറൂരിനോടാണ് വായിച്ചത് നന്ദി പറയേണ്ട. വാസ്തവം എനിക്ക് ഇങ്ങനെ അയച്ചു തന്നതിൽ അത്രയ്ക്ക് മനോഹരമായിട്ട് പാടിയിരിക്കുന്നു. അദ്ദേഹത്തിൻ്റെ കൂടെ വെൺമണി ഹരിദാസാണ് പാടിയിരിക്കുന്നത്. വെൺമണി ഹരിദാസ് ഞാൻ തിരുവനന്തപുരത്ത് പടിഞ്ഞാറേക്കോട്ടയിൽ താമസിക്കുമ്പോൾ റേഡിയോ സ്റ്റേഷൻ ജോലിയാക്കി പടിഞ്ഞാറേക്കോട്ടയാണ് താമസിച്ചുകൊണ്ടിരുന്നത്. മാർഗി കഥകളി വിദ്യാലയത്തിൻ്റെ ഒക്കെ അടുത്തായിട്ടാണ് ഞാൻ താമസിച്ചുകൊണ്ടിരുന്നത്. പ്രശാന്ത് നഗർ പറഞ്ഞ
അവിടെ ഇങ്ങനെ ആ ഫ്ലാറ്റിൽ താമസിക്കുമ്പോൾ ഈ ഹരിദാസ് എപ്പോഴും അതിലൂടെ വരും. പാടിക്കൊണ്ട് ഞാൻ തലയൊക്കെ ആട്ടിക്കൊണ്ട് ഞാൻ വരുന്നത്. എന്നെ കാണേണ്ട ഉടനെ വളരെ നേരെ എൻ്റെ ഫ്ലാറ്റിൽ കയറി വരും. എന്നിട്ട് എന്നോട് പറയും നടയരുതത്തിനകത്തെ ആ പദം അല്ലെങ്കിൽ ഇതിലെ ആ പദം ഇതൊക്കെ പറഞ്ഞ് എൻ്റെ കല്യാണ സൗകര്യം ഇങ്ങനെ പാടി 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 ഇതിനെ കേൾപ്പിച്ചു. എനിക്കാണെങ്കിൽ ആകാശവാണി ഡ്യൂട്ടിക്ക് പോകാൻ സമയമായിട്ട് ഞാനിങ്ങനെ അർജൻറ്റായിട്ട് നിൽക്കുക. അപ്പോഴും ഇദ്ദേഹം പാട്ട് നിർത്തുകയല്ല, പാടിക്കണം. അപ്പം ഞാൻ പറഞ്ഞു, ഹരിദാസ് എനിക്ക് പോയിട്ട് ചിലപ്പോൾ അല്ല സാറേ ഇതുകൂടെ ഉള്ളൂ, ഈ ഒരു പദത്തിൻ്റെ ഒരു ശകലം കൂടെ ഉള്ളൂ എന്ന് പറഞ്ഞ് അവിടെ നിർത്തി അത് മുഴുവൻ കേൾപ്പിച്ചിട്ട് അത് പോകുള്ളൂ. അത്രയ്ക്ക് ഞാനൊരു ഇതാണ് എപ്പോഴും. എന്നിട്ട് ചില ആൽബമൊക്കെ എനിക്ക് കൊണ്ട് തന്നതുപോലെ ഞാൻ പാടിയ ആൽബങ്ങളൊക്കെ ആക്കുമെന്ന് പറഞ്ഞുകൊണ്ട്. അതുപോലെ കൃഷ്ണനായർ ആശാൻ അദ്ദേഹം അതിലോട്ട് ഞാൻ പോകുമ്പോൾ എന്നെ കണ്ട് എത്ര പ്രാവശ്യം അങ്ങനെയൊക്കെ ചില ഭാഗ്യങ്ങൾ എനിക്ക് ഉണ്ടായിട്ടുണ്ട്. ഉണ്ണികൃഷ്ണക്കുറുപ്പിൻ്റെ പാട്ട് ഞാനത് കേട്ടു. കാമ്പോജി ഞാൻ പറഞ്ഞില്ല, അത് ആ ഒരു നാസുറ ബാണി സ്റ്റൈലിലാണ് അദ്ദേഹം പാടിയിരിക്കുന്നത്. ആ കാമ്പോജിയുടെ വിരുദ്ധ മേളിലും ഒക്കെ ആയിട്ട് വളരെ ഗംഭീരമായിട്ട് പാടി. ഇതൊക്കെ അപൂർവമാണ്. ഞാൻ എംബ്രാന്തിരിയുടെ ഒരു ഫാനാണ്. എംബ്രാന്തിരി ആണ് കഥകളി പാട്ടിൽ ഇത്രയും ഗംഭീരമാക്കിയത് എൻ്റെ മനസ്സിൽ. ഇപ്പം ഇത് കേൾക്കുമ്പോൾ എനിക്ക് തോന്നുന്നു വാസ്തവത്തിൽ ഇങ്ങനെയും മഹാന്മാരുണ്ടായിരുന്നല്ലോ. എനിക്ക് എൻ്റെ മനസ്സിലങ്ങനെ തോന്നി. ആ വാസം പറഞ്ഞത് എംബ്രാന്തിരിയും ഞാനുമായിട്ട് വളരെ ഇങ്ങനെ ഒരു സുഹൃത്ത് ബന്ധം ഞങ്ങൾ തമ്മിൽ വേറെ ഉണ്ടായിട്ടില്ല. ഞാൻ ഈ കായംകുളം, കൊല്ലം, മുഖത്തല, നാവായിക്കുളം ആ ഭാഗങ്ങളിലൊക്കെ കച്ചേരി വായിക്കുമ്പോൾ അവിടെ വൈകുന്നേരം സേവയ്ക്കാണ് വായിക്കേണ്ടത്. ഒരു 6 തൊട്ട് 9 വരെ 9-10 മണി വരെ സേവയ്ക്ക് വായിക്കുക. അത് കഴിഞ്ഞ് കഥകളിയാണ്. ഈ വായിക്കുന്ന സമയത്ത് നോക്കുമ്പോൾ ഉണ്ട് ഒരു ദൂരെ മാറി ഒരാളിരിപ്പുണ്ട്. എംബ്രാന്തിരിയായി എനിക്കറിയാൻ മേലായിരുന്നു ആരാന്ന്. ഇങ്ങനെ പല സ്ഥലത്തും കണ്ട ഉടനെ ഒരു സ്ഥലത്ത് വെച്ച് ഞാൻ എൻ്റെ കൂടെ വായിക്കുന്ന ആളെ പറഞ്ഞയച്ചു. അത് ആളെ കൂട്ടിക്കൊണ്ടുവരാൻ പറഞ്ഞയച്ചു. അപ്പോൾ വന്ന ഉടനെ ഞാൻ ചോദിച്ചു, എനിക്ക് ആരാന്ന് മനസ്സിലായി. ഞാൻ എൻ്റെ വായനയിൽ അവിടെ കരുതിനെ കേൾക്കുന്നുണ്ടല്ലോ, അത് ആരാന്ന് അറിഞ്ഞാൽ കൊള്ളാം എന്ന് ഞാൻ ഇതായിട്ട് പറഞ്ഞു. ഉടനെ എംബ്രാന്തിരി പറഞ്ഞു, ഞാൻ കഥകളി പാട്ടുകാരനാണ്, ശങ്കരൻ എംബ്രാന്തിരി എന്നാണ് എൻ്റെ പേര്. വളരെ ഇതുണ്ട്. ഓ അത്ര ഞാൻ വളരെ നിസ്സാരമാക്കി കളഞ്ഞു. ആ കഥകളി എനിക്ക് അത്രയുള്ള ഒരു ഗ്രാഹ്യം ബന്ധമില്ലായിരുന്നു. ഇതെല്ലാം കഴിഞ്ഞ് ഒരു 3 മാസം കഴിഞ്ഞപ്പോൾ ഞങ്ങളുടെ റേഡിയോ സ്റ്റേഷനിൽ ഒരു HMVയുടെ ഒരു LP റെക്കോർഡ് അവിടെ വന്നു, ലോങ് പ്ലേ റെക്കോർഡ് വന്ന് നോക്കിയപ്പോൾ കഥകളി പദങ്ങൾ സങ് ബൈ കലാമണ്ഡലം ശങ്കരൻ എംബ്രാന്തിരി ആൻഡ് വെൺമണി ഹരിദാസ്. ഇങ്ങനെയാണ് ഇത്. ഓ ചേട്ടാ ഇത് കൊള്ളാമല്ലോ. ഞാനത് ഉടനെ അത് കൊണ്ടുപോയി റെക്കോർഡ് പ്ലെയറിലിട്ട് അത് കേട്ടപ്പോൾ നടയരുതത്തിനകത്തേത് മറിമാൻ കണ്ണി ദ്വിജാവന്തിയും അടുത്ത സൈഡ് പ്രിയമാനസ തോടിയും. ആ മറിമാൻ കണ്ണി ദ്വിജാവന്തി അത് മുഴുവൻ ആ ദ്വിജാവന്തിയുടെ സത്ത് മുഴുവൻ പിഴിഞ്ഞെടുത്ത് പാടിയിരിക്കുകയാണ് ആ എംബ്രാന്തിരി. മറിമാൻ കണ്ണി. അപ്പം അത് എത്ര മനോഹരമായിട്ട് എംബ്രാന്തിരി പാടിയിരിക്കുന്നു വസ്തു. അത് ആ ദ്വിജാവന്തി മുഴുവൻ അതിനകത്തുണ്ട്, മുഴുവൻ അതിനകത്ത് വെച്ചിരിക്കുക. അതുപോലെ ആ പ്രിയമാനസെ. എനിക്ക് വാസ്തവത്തിൽ മനസ്സിന് വലിയ വിഷമം തോന്നി വാസ്തവം പറഞ്ഞു. ഞാൻ ഉടനെ ആ റേഡിയോ സ്റ്റേഷനിലെ നമ്പർ നോക്കി എംബ്രാന്തിരിയെ വിളിച്ചിട്ട് ഞാൻ പറഞ്ഞു, ഞാൻ തിരുവിഴ ജയശങ്കറാണ് സംസാരിക്കുന്നത്. അയ്യോ എന്താ സംഗതി? എനിക്കൊരു അബദ്ധം പറ്റിയെന്ന് പറഞ്ഞു ആദ്യം. അയ്യോ എന്ത്, ഞാൻ അങ്ങയെ വളരെ നിസ്സാരനാക്കി കളഞ്ഞെന്ന് പറഞ്ഞു. അതെന്താ അങ്ങനെ പറയുന്നത്? കഥകളി പാട്ടുകാരാന്ന് ഞാൻ ഇത് അങ്ങനെ വളരെ ഒരു ഇത് ആ രീതിയിൽ ഞാൻ എടുത്ത് ഇത് പോയി.
അങ്ങും ഹരിദാസും കൂടെ പാടിയ LP റെക്കോർഡ് ഞങ്ങളുടെ സ്റ്റേഷനിൽ വന്ന് ഞാനത് കേട്ടു. മറിമാൻ ഗണ്ണി, ആ ദ്വിജാവന്തിയും പ്രിയമാനസൻ രണ്ടും, ആ എല്ലാ ദ്വിജാവന്തിൻ്റെ എല്ലാ അംശങ്ങളും അതിനകത്തുണ്ടായിരുന്നു. എനിക്ക് വാസ്തവത്തിൽ വളരെ ഇത്ര ജ്ഞാനമുള്ള ഒരു മനുഷ്യനെയാണല്ലോ ഞാൻ നിസ്സാരനാക്കി കളഞ്ഞത് എന്നുള്ള ആ വിഷമം കൊണ്ട് ഞാനിപ്പോൾ അങ്ങനെ വിളിച്ചതാണ്. വേറെ ഒന്നുമില്ല. അയ്യോ അങ്ങനെ ഒന്ന് പറയരുത്, അങ്ങനെ പറഞ്ഞാൽ അതാണ് ഞങ്ങളുടെ തുടക്കം അതാണ്. അവിടുന്ന് തുടങ്ങി പല സ്ഥലത്തും ചെങ്ങന്നൂർ മാലക്കരയിൽ ഒരു ആശ്രമത്തിൽ ഞങ്ങൾ അന്ന് ഇതൊരു ഗുരുവരുണ്ട് അവിടെ, കല്യാണ സൗഗന്ധികം കലാമണ്ഡലം കൃഷ്ണനാരാശാൻ ആണ് എംബ്രാതിരി പാട്ട്. അന്നൊരു മുഖാരി രാഗത്തിൻ്റെ ഒരു പദം അങ്ങോട്ട് പാടി അസ്തത്യമായിട്ട് ഭയങ്കര ആ ഭാവത്തോടു കൂടി പാടി. എനിക്ക് വാസ്തവത്തിൽ പറയൊക്കെ ഇല്ല. ഞാനിതെല്ലാം കഴിഞ്ഞിട്ട് നേരെ എംബ്രാതിരി തിരിച്ചു. ആ മുഖാരി വളരെ ഗംഭീരമായിരുന്നു, വളരെ നന്നായിരുന്നു. ഞാൻ ഇത് പറഞ്ഞു. ഉടനെ എംബ്രാതിരി പറയുക, അങ്ങ് നാവായിക്കുളത്ത് സേവയ്ക്ക് വായിച്ചുകൊണ്ടിരിക്കുമ്പോൾ പല്ലവി രാഗമാലിക വായിച്ച കൂട്ടത്തിൽ 20 മിനിറ്റ് മുഖാരി രാഗം അങ്ങേര് വായിച്ചു. അതിൽ നിന്നാണ് ഞാൻ ആ മുഖാരി എടുത്തത്. ഇതാരാ പറയുന്നത്? ഇതാര് പറയും? രാഗത്തിൻ്റെ എസൻസ്. ഞാൻ പറഞ്ഞു, ഞാൻ വായിച്ചത് ശരിയായിരിക്കും, പക്ഷേ ഇത്ര ഭാവം എനിക്ക് തോന്നിയില്ല എന്ന് പറഞ്ഞു. ഞാൻ വായിച്ചത് എനിക്ക്, പക്ഷേ ഇത് ആ മുഖാരി തന്നെയാണ്. അതിൽ തുടങ്ങി എന്തെല്ലാം ഞങ്ങൾ തമ്മിലുള്ള ഇതെല്ലാം കഴിഞ്ഞ് കുറച്ച് കാലത്തേക്ക് പിന്നെ കണ്ടില്ല. ഒരു ദിവസം ഞങ്ങൾ മദ്രാസിലെ അണ്ണാമല മണ്ഡലത്തിൽ തമിഴ്ശൈ പ്രോഗ്രാമിന് രാത്രി വായിക്കുക. 9 മണി മുതൽ 12 മണി വരെ കച്ചേരി, ഞാനും വലയപ്പെട്ടിയും കൂടെ. 9 മണിക്ക് കച്ചേരി. ആ സേൽ ഭയങ്കര തമിഴ് അണ്ണാമല മണ്ഡലം പറഞ്ഞാൽ അവിടെ ആ ഇതാണ്. കച്ചേരി ആരംഭിച്ച് ഒരു 1/4 മണിക്കൂർ കഴിഞ്ഞ് ഞാൻ ചുമ്മാ സദസ്സിലേക്ക് നോക്കുമ്പോൾ എംബ്രാതിരി അവിടെ ഇരിക്കുന്നു, സദസ്സിലിരിക്കുന്നു. ഞാൻ അന്തം വിട്ടുപോയി, അതെന്തുവാ ഇതിനെ വിളിക്കുന്നത്? മറ്റന്നാൾ എൻ്റെ കിഡ്നി ഓപ്പറേഷനാണ് അപ്പോളോ ഹോസ്പിറ്റൽ. ഞാൻ മിനിഞ്ഞാന്ന് ഇവിടെ വന്നു. ഇന്ന് രാവിലെ പേപ്പർ എടുത്ത് നോക്കിയപ്പോൾ അണ്ണാമല മണ്ഡലത്തിൽ ജയശങ്കർ വലയപ്പെട്ടി കൂടെ വായിക്കുന്നെന്ന് കണ്ടു. അത്ര നേരമെങ്കിലും അത് മറന്നിരിക്കാമെന്ന് വിചാരിച്ച് വന്നതാണെന്ന്. ഇതിൽ കൂടുതലൊരു ഇതന്നെ. അപ്പം ഇങ്ങനെയെല്ലാം ഇത് കഴിഞ്ഞു. ഞാൻ പറഞ്ഞു ഒരു കുഴപ്പം, ഗുരുവായൂരപ്പനെ ഇത് പറഞ്ഞു. അത് കഴിഞ്ഞ് എംബ്രാതിരിയുടെ ആദ്യ മകളുടെ കല്യാണത്തിന്, രണ്ടാമത്തെ മകളുടെ കല്യാണത്തിന് ഞങ്ങൾ വലയപ്പെട്ടി കൂടെ വായിച്ചു. ഇതെല്ലാം കഴിഞ്ഞ് അവസാനം ഗുരുവായൂർ പുരസ്കാരം ഒരുക്കി തന്നപ്പോൾ അവിടെ അതിൻ്റെ മുമ്പിലിരുന്ന് ആ ഈ മുറിഞ്ഞ കാലം വെച്ചുകൊണ്ട് 3.5 മണിക്കൂർ ആ മുൻവശത്ത് ഇരുന്ന് കഴിച്ചു. അപ്പം ഇങ്ങനെ ഞങ്ങൾ തമ്മിൽ ഒരു അഭേദ്യമായ ബന്ധമായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പോൾ എംബ്രാതിരിയാണ് എന്നെ കഥകളിയിലോട്ട് ഇങ്ങനെ അടുപ്പിച്ചത്, അത് വേറൊന്നുമല്ല. അപ്പോൾ ഇങ്ങനെയുള്ള മഹാന്മാരും ഇപ്പോൾ നാട് ഇദ്ദേഹത്തിൻ്റെ ഉണ്ണികൃഷ്ണൻ എംബ്രാതിരിയുടെ പാടി ഇതാണെന്ന് പറയുന്നത്. അദ്ദേഹത്തിൻ്റെ അത് എനിക്ക് വാസ്തവത്തിൽ പേരോട് പറഞ്ഞപ്പോൾ എനിക്ക് വളരെ സന്തോഷം തോന്നി. വാസ്തവം പറഞ്ഞാൽ ഏതായാലും കലാമണ്ഡലം ഗംഗാധരൻ ആശാൻ്റെ ഈ അനുസ്മരണ സമ്മേളനത്തിൽ ഇത്രയും എനിക്ക് 2 വാക്ക് സംസാരിക്കാനും നിങ്ങളുടെയൊക്കെ മുമ്പിൽ ഇങ്ങനെയൊക്കെ പറയാനും ഇത് ഈ സമ്മേളനം ഉദ്ഘാടനം ചെയ്യാനും എനിക്ക് സാധിച്ചതിൽ വളരെയേറെ സന്തോഷമുണ്ട്, വളരെയേറെ നന്ദിയുമുണ്ട്. ഈ സമ്മേളനം ഞാൻ വളരെ സന്തോഷത്തോടു കൂടി, വളരെ ഹൃദയമായ സന്തോഷത്തോടു കൂടി ഞാൻ ഉദ്ഘാടനം ചെയ്യുന്നു. എല്ലാവർക്കും നമസ്കാരം. നന്ദി ശ്രീ തിരുവഴ ജയശങ്കർ സാർ. ഈ അനുസ്മരണ സമ്മേളനത്തിൽ അടുത്ത പരിപാടി
ആശാൻ അനുസ്മരണ പ്രഭാഷണമാണ്. ആശാൻ്റെ ഏറ്റവും മുതിർന്ന ശിഷ്യന്മാരിൽ ഒരാളായ ശ്രീ കലാമണ്ഡലം സുരേന്ദ്രേട്ടനാണ് അത് നടത്തുന്നത്. അദ്ദേഹത്തെ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. വേദിയിലിരിക്കുന്ന ബഹുമാന്യരെ, സദസ്സിലും ഇരിക്കുന്ന ഗുരുതുല്യരെ, സഹപ്രവർത്തകരെ, സ്നേഹിതരെ, കലാമണ്ഡലം ഗംഗാധരനാശാൻ്റെ 11ാം സ്മൃതി ദിനമാണ് ഇന്ന്. ആശാനെപ്പറ്റി സ്മരിക്കുക എന്ന് പറഞ്ഞാൽ ഒരുപാട് കാര്യങ്ങളുണ്ട്. പക്ഷേ ആശാൻ്റെ സംഗീതത്തെപ്പറ്റിയൊക്കെ ഇവിടെ ഇരിക്കുന്ന എല്ലാവർക്കും തന്നെ അറിയാം. എനിക്ക് ആശാനുമായിട്ടുള്ള ബന്ധത്തെപ്പറ്റിയും എൻ്റെ ചില അനുസ്മരണങ്ങളും അതാണ് ഞാൻ പറയുന്നത്. ആശാന് 1936 ജൂൺ മാസം 26 പൂരം നക്ഷത്രത്തിലാണ് ആശാൻ്റെ ജനനം. കൊല്ലം ജില്ലയിൽ വിളനെല്ലൂർ എന്ന സ്ഥലത്ത് ശ്രീ ശങ്കരപ്പിള്ളയുടെയും പാർവതി അമ്മയുടെയും മകനായി ആണ് ആശാൻ ജനിച്ചത്. സ്കൂൾ വിദ്യാഭ്യാസം എന്ന് പറയുന്നത് 5th ഫോറം വരെയുള്ളൂ. ആ സമയത്ത് ആശാൻ്റെ അധ്യാപകനായ ഒരാൾ, ആശാൻ്റെ അധ്യാപകൻ സംഗീതവാസന കണ്ട് ഗംഗാധരൻ സംഗീതം പഠിക്കണം എന്ന് പറയുകയും അവിടെ പകൽക്കുറിയിൽ തന്നെയുള്ള പ്രഗത്ഭനായ ഒരു സംഗീതജ്ഞൻ ശ്രീ കടയ്ക്കാവൂർ വേലുക്കുട്ടി നായർ, അദ്ദേഹത്തിൻ്റെ കീഴിൽ ആശാൻ സംഗീതം അഭ്യസിച്ചു. അവിടെ നിന്ന് കലാമണ്ഡലത്തിൽ വരികയും പത്ര പ്രസിദ്ധീകരണത്തിൽ കണ്ട അത് വെച്ച് ആശാൻ കലാമണ്ഡലത്തിൽ വരികയും കലാമണ്ഡലത്തിൽ ചേരുകയും ആണ് ഉണ്ടായത്. ആശാൻ്റെ ഏതാണ്ട് 10-20ഓളം വിദ്യാർത്ഥികൾ അന്ന് കലാമണ്ഡലത്തിൽ ആശാനോടൊപ്പം ഉണ്ടായിരുന്നു, ഇൻ്റർവ്യൂവിലുണ്ടായിരുന്നു. അപ്പോൾ ആ ഇൻ്റർവ്യൂവിൽ ആശാനെ തിരഞ്ഞെടുത്തു. വേറെ ചില മറ്റുള്ള വിഷയങ്ങളിലേക്ക് മറ്റുള്ളവരെയൊക്കെ മാറ്റി. അങ്ങനെ കലാമണ്ഡലം ശിവരാമൻ നായരാശാൻ, മാമ്പുഴ മാധവപ്പണിക്കർ എന്നീ ഗുരുക്കന്മാരുടെ കീഴിലാണ് ആശാൻ അഭ്യസനം തുടങ്ങിയത്. അതിനുശേഷമാണ് നമ്മുടെ പരമാചാര്യനായ സംഗീത കുലപതി ശ്രീ കലാമണ്ഡലം നീലകണ്ഠൻ നമ്പീശൻ ആശാൻ കലാമണ്ഡലത്തിലെത്തുന്നത്. തുടർന്ന് നമ്പീശൻ ആശാൻ്റെ കീഴിലും ആണ് അഭ്യസനം ഉണ്ടായത്. ഞാൻ 1967 കലാമണ്ഡലത്തിൽ ചേരുന്നത്. ഞങ്ങളുടെ ആദ്യത്തെ ക്ലാസ് തോടയം, പുറപ്പാട് ഒക്കെ ഞങ്ങളെ പഠിപ്പിച്ചത് ശ്രീ സുബ്രഹ്മണ്യൻ ആശാനാണ്. അത് കഴിഞ്ഞ് ശിവരാമൻ നായരാശാൻ, രാമവാരാശാനായിരുന്നു പുറപ്പാട്, മേളപദം ഒക്കെ പിന്നെ രാമൻകുട്ടി വാരാശാനായിരുന്നു. കർമ്മീരവധം ആദ്യ ഭാഗങ്ങളൊക്കെ ശിവരാമൻ നായരാശാനാണ് പഠിപ്പിച്ചത്. 2-3 വർഷത്തിന് ശേഷമാണ് ഗംഗാധരനാശാൻ്റെ ക്ലാസ്സുകൾ ഞങ്ങൾക്ക് കിട്ടുന്നത്. അപ്പോൾ ആദ്യത്തെ ക്ലാസ്സുകൾ കഴിഞ്ഞാൽ ഉടനെ അന്ന് വാഴങ്കട കുഞ്ചുനായരാശാൻ്റെ കളരി, അതാണ് 1ാമത്തെ കളരി. അവിടെ ഞങ്ങളുടെ ക്ലാസ് കഴിഞ്ഞാൽ എൻ്റെ കൂടെ ഉണ്ടായിരുന്നത് ശ്രീ കലാമണ്ഡലം രവീന്ദ്രൻ, കലാമണ്ഡലം സുകുമാരൻ, പിന്നെ ഒരു മുരളീമോഹൻ ഉണ്ടായിരുന്നു. അപ്പം ഞങ്ങൾ ഈ
ഞങ്ങളുടെ ക്ലാസ് കഴിഞ്ഞാൽ ഉടനെ തന്നെ കുഞ്ചുനാരാശാൻ്റെ കളരിയിലെ ചൊല്ലിയാട്ടം കാണാൻ പോകും. അത് ചൊല്ലിയാട്ടമല്ല പ്രധാന ആകർഷണം. ഭാവഗായകരായ 2 പേരാണ് അന്നവിടെ കുഞ്ചുനാരാശാൻ്റെ ചൊല്ലിയാട്ട കളരിയിൽ പാടിയിരുന്നത്. ഒന്ന് ശ്രീ കലാമണ്ഡലം ഗംഗാധരനാശാൻ, ഒന്ന് ശ്രീ വെൺമണി ഹരിദാസൻ. അങ്ങനെ അത് കേട്ട് ആ കളരി ചിലപ്പോൾ 12 മണിക്ക് തീരേണ്ടത് ചിലപ്പോൾ 12:15 12:30 ആവും. എന്നാലും ഞങ്ങളത് കേട്ട് അവിടെ നിൽക്കും. അപ്പോൾ അങ്ങനെ അന്ന് മുതൽ തന്നെ ഗംഗാധരാശാൻ്റെ പാട്ടിനോട് വളരെ നമുക്കത് പാട്ടിനെ പറ്റി കൂടുതലൊന്നും അന്ന് വശമായിട്ടില്ല. വളരെ ആസ്വാദികരമായി അന്ന് ഞങ്ങൾ കേട്ട് നിൽക്കുന്ന ഒരു സന്ദർഭമായിരുന്നു. അത് കഴിഞ്ഞ് കലാമണ്ഡലത്തിലെ എൻ്റെ അരങ്ങേറ്റം കഴിഞ്ഞ് ആദ്യമായിട്ട് ഗംഗാധരനാശാൻ എന്നെ എടപ്പള്ളിയിലൊരു കളിക്കാണ് ആദ്യം കൊണ്ടുപോകുന്നത്. അവിടെ അത് കഴിഞ്ഞ് ആ കളി കഴിഞ്ഞു. അപ്പം എമ്പ്രാതിരിയേട്ടൻ പറഞ്ഞൊരു കുട്ടിയെ വേണം എൻ്റെ കൂടെ ഇന്ന് വേറെ ആരും ഇല്ല. അപ്പം സുബ്രഹ്മണ്യാശാനുണ്ട്, എമ്പ്രാതിരിയേട്ടനുണ്ട്, സുബ്രഹ്മണ്യാശാനുണ്ട്. മാവേലിക്കര ഒരു കളി ചെട്ടികുളങ്ങര അമ്പലത്തിൽ. അങ്ങനെ ആശാൻ എന്നെ അങ്ങോട്ട് പറഞ്ഞു വിട്ടു. എമ്പ്രാതിരിയേട്ടൻ്റെ കൂടെ പോയി ഞങ്ങൾ. അവിടുത്തെ കളി കഴിഞ്ഞ് നേരെ പരൂര് ഒരു കളി. അത് കഴിഞ്ഞ് അങ്ങനെ ആ കാലം മുതൽ ഇങ്ങനെ ഗംഗാധരനാശാൻ്റെ കൂടെയുള്ള കളികൾ എനിക്ക് വളരെയധികം ആശാൻ്റെ സഹായത്തിൽ ലഭിച്ചിരുന്നു. ആശാന് സംഗീതത്തെപ്പറ്റിയും ഒക്കെ ഇവിടെ ഗംഗാധര ബാണിയെപ്പറ്റി ശ്രീ മനോജ് പറയുന്നുണ്ട്. അതുപോലെ അത് കഴിഞ്ഞാൽ ആശാൻ്റെ സംഗീത വഴികളെപ്പറ്റി ഇവിടെ അടുത്ത ചർച്ചയുണ്ട്. ആശാൻ്റെ കൂടെ അനവധി അരങ്ങളിൽ പാടാനുള്ളൊരു അസുലഭ ഭാഗ്യം എന്ന് തന്നെ ഞാൻ പറയാം. പക്ഷെ എനിക്ക് ആശാൻ്റെ അടുത്തൊന്നും എത്താനുള്ള കഴിവ് എനിക്ക് അന്നുമില്ല ഇന്നുമില്ല. പക്ഷേ ഒരുപാട് കളികൾക്ക് എന്നെ ആശാൻ വളരെ സ്നേഹത്തോടെ കൊണ്ടുപോയിരുന്നു. അവിടെ ആശാന് ആരുടെ കൂടെ പാടാനും ആശാൻ്റെ കൂടെ ആര് പാടണമെന്നോ ഒന്നും ആശാന് നിർബന്ധമില്ല. ഓയൂർ ചെല്ലപ്പൻ പിള്ള എന്നൊരു ഭാഗവതരുണ്ടായിരുന്നു. ഉമ്മന്നൂർ, കൊട്ടാരക്കര താലൂക്കിലെ ഉമ്മന്നൂർ എന്ന് പറയുന്ന സ്ഥലത്തൊരു കളി. അവിടെ ഈ ചെല്ലപ്പൻ പിള്ള ഭാഗവതരും ആശാനും ഞാനും മാത്രമേ ഉള്ളൂ. ആശാനേക്കാളും സീനിയറാണ് ഈ ചെല്ലപ്പൻ പിള്ള ഭാഗവതർ. നോട്ടീസിലൊക്കെ ആശാൻ്റെ പേരാണ് ആദ്യം വെച്ചിരുന്നതെങ്കിലും കളിക്ക് പാടാൻ നേരത്ത് ഈ ചെല്ലപ്പമുള്ള ഭാഗവതയുടെ ശെങ്കടിയായിട്ടാണ് ഗംഗാധരനാശാൻ അന്ന് പാടിയത്. ഞാനും മാറി മാറി ചെല്ലപ്പമുള്ള ഭാഗയുടെ കൂടെയും ആശാൻ്റെ കൂടെയും ഒക്കെ ഇങ്ങനെ പാടി. അങ്ങനെ അന്നത്തെ കളി കഴിഞ്ഞു. അപ്പോൾ ആശാൻ അങ്ങനെയുള്ള ഒരു നിർബന്ധവും ഉള്ള ഒരാളല്ലായിരുന്നു. അതുപോലെ തന്നെ സാമ്പത്തികമായിട്ടായാലും ആശാൻ മരിക്കുന്നത് വരെ ആശാൻ ആരോടും ഒരു കണക്കും പറഞ്ഞിട്ടില്ല. ഇത്ര രൂപ വേണമെന്ന് പറഞ്ഞ ഒരു സംഭവം എൻ്റെ അറിവിലില്ല. ആ പരൂര് ഒരു കളി ഹരിശ്ചന്ദ്രചരിതമാണ്. അന്ന് ഗംഗാധരനാശാന് ഹരിശ്ചന്ദ്രചരിതം കുറേ വർഷങ്ങളായി, ഏതാണ്ട് 76, 77 കാലഘട്ടത്തിലോ മറ്റാണ്. ഹരിശ്ചന്ദ്രചരിതം നല്ലപോലെ ആശാന് പൊന്നാനി പാടി അവതരിപ്പിക്കാനുള്ള ഉണ്ടായിരുന്നില്ല. കളി ഏതായാലും ഏൽക്കുകയും ചെയ്തു. ഏറ്റു കഴിഞ്ഞിട്ടാണ് അവർ കഥ ഒക്കെ ഇന്നതാണെന്ന് ഒക്കെ പറയുന്നത്. അപ്പോൾ ആശാൻ എന്ത് ചെയ്തു? ആശാൻ ആ ചേർത്തല തങ്കവ് പണിക്കർ ആശാനെ വിളിച്ചു. അന്ന് അദ്ദേഹം RLV അക്കാഡമിയിലെ അധ്യാപകനാണ്. പിന്നെ അന്ന് ഞാൻ മയ്യനാട്ട് നവരംഗത്തിലുണ്ട്. അപ്പോൾ ആശാനെ എന്നെയും വിളിച്ചു. അങ്ങനെ വർഷങ്ങൾ കുറേ ആയി. അതുകൊണ്ട് സാമ്പത്തികത്തിൻ്റെ പ്രശ്നം അല്ല എങ്കിലും ഞാൻ ഒന്ന് പറയുകയാണ്. അന്ന് ആ കളി കഴിഞ്ഞിട്ട് ഞങ്ങൾക്ക് 3 പേർക്കും കൂടി അവിടുന്ന് തന്ന പ്രതിഫലം 150 രൂപയാണ്. ആശാനൊന്നും പറഞ്ഞില്ല. അതിൽ 100 രൂപ പണിക്കരാശാന് കൊടുത്തു, 20 രൂപ എനിക്ക് തന്നു, 30 രൂപ ആശാനും എടുത്തു. വെളിനല്ലൂരിൽ നിന്ന് അവിടെ വരെ വന്നാൽ മതി ആശാന്. എനിക്ക് മയ്യനാട്ടിൽ നിന്ന് ആ റെയിൽവേയിൽ എനിക്ക് കൂടി നടന്നാൽ തന്നെ പരൂരെത്താം.
അപ്പോൾ അങ്ങനെയുള്ളൊരു ഇതുപോലുള്ള സന്ദർഭത്തിലൊന്നും ആശാനൊന്നും പറയില്ല. ആശാൻ്റെ പൈസ കിട്ടിയാൽ അത് കയ്യിലിങ്ങനെ ചുരുട്ടി പിടിച്ചേക്കും. അത് ഒരു തരത്തിലും അത് കയ്യിൽ നിന്ന് പോവില്ല. എത്ര നേരം വേണേലും ആശാനെ ചുരുട്ടി പിടിച്ചുകൊണ്ടിരിക്കും. കഥകളി സംഗീതത്തിൽ പിന്നെ ഒന്നും പറയാനില്ല. ആശാനെ പോലെ കഥകളിത്വം ഉള്ള ആ സംഗീതം, അതിനെപ്പറ്റിയൊക്കെ ഇനിയിപ്പോൾ എല്ലാവരും പറയും. അപ്പോൾ അതുകൊണ്ട് ഞാൻ അങ്ങോട്ട് കടക്കുന്നില്ല. എന്തായാലും ആശാൻ്റെ 2015 ഏപ്രിൽ 25 ആ സംഗീത ലഹരി നമ്മുടെ അത് നിലച്ചു. ഇന്ന് 11ാം വാർഷികമാണ്. എനിക്ക് കൂടുതലൊന്നും പറയാനില്ല. ആശാൻ്റെ പാതാരവിന്ദങ്ങളെ നമസ്കരിച്ചുകൊണ്ട് എൻ്റെ ഈ ചെറിയ ഒരു അനുസ്മരണം ഇവിടെ അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം. നന്ദി ശ്രീ കലാമണ്ഡലം സുരേന്ദ്രൻ. ആശാൻ സ്മൃതി ഗംഗാധരൻ ആശാൻ അനുസ്മരണ സമ്മേളനത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് ഗംഗാധര ഭാണിയെ പറ്റിയിട്ടുള്ള എല്ലാ വർഷവും നാം നടത്തി വരാറുള്ള പ്രഭാഷണങ്ങൾ. ഇത്തവണ ഈ പ്രഭാഷണം നടത്തുന്നത് കേരളീയ കലകളിലും താളപദ്ധതികളിലും സംഗീതത്തിലും പ്രയുക്തമായ അറിവും അക്കാദമികമായ അറിവും ഒക്കെയുള്ള മനോജ് മാഷാണ്. ഗംഗാധര ഭാണിയെപ്പറ്റി സംസാരിക്കുന്നതിന് ഡോക്ടർ മനോജ് കുറൂർ മാഷെ ഏറെ സ്നേഹത്തോടുകൂടി സ്വാഗതം ചെയ്യുന്നു. ഈ സമ്മേളനം ഉദ്ഘാടനം ചെയ്ത ബഹുമാന്യനായ കോട്ടയത്തിൻ്റെ ഭാഗ്യം എന്ന് തന്നെ നമുക്ക് പറയാവുന്ന നാദസ്വര ചക്രവർത്തി ശ്രീ തിരുവിഴ ജയശങ്കർ സാർ, വേദിയിൽ അദ്ദേഹത്തെ കൂടാതെ എൻ്റെ അച്ഛനുണ്ട്, ഗുരുതുല്യരും പിതൃതുല്യരുമൊക്കെയായ കലാകാരി ഉണ്ണികൃഷ്ണേട്ടനുണ്ട്, കോട്ടക്കൽ പി ഡി ചേട്ടനുണ്ട്. അങ്ങനെ ഗുരുനാഥന്മാരും ഗുരുതുല്യരും കാലങ്ങളായി കഥകളി കണ്ട് ശീലമുള്ള സഹൃദയരും സുഹൃത്തുക്കളുമൊക്കെ അടങ്ങിയ ഈ സദസ്സിൽ നിന്നുകൊണ്ട് ഗംഗാരാശാനെക്കുറിച്ച് സംസാരിക്കുക എന്നുള്ളത് എന്നെ സംബന്ധിച്ച് വലിയൊരു സാഹസമാണ്. അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം, ഞാനൊരു ഗായകനല്ല. സംഗീതം പഠിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. കലാമണ്ഡലം എന്നെ പഠിപ്പിക്കാൻ ശ്രമിച്ച കലാമണ്ഡലം ബാലേന്ദ്രേട്ടൻ മുന്നിലുണ്ട്. കർണാടക സംഗീതം അതേപോലെ ഐമനം ജയേന്ദ്രൻ്റെ അടുത്ത്, എൻ്റെ സുഹൃത്തു കൂടിയായിട്ടുള്ള അദ്ദേഹത്തിൻ്റെ അടുത്ത് പഠിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. എൻ്റെ ആ ശബ്ദഗുണമൊക്കെ കാരണം അവർ രണ്ടുപേരും നേരത്തെ തന്നെ ഓടി രക്ഷപ്പെടുകയാണ് ചെയ്തത്. അപ്പോൾ അങ്ങനെ സംഗീതം പഠിച്ചിട്ടില്ലാത്ത ഒരാൾ ആശാനെ പോലെ ഒരാളെക്കുറിച്ച് സംസാരിക്കുക എന്നുള്ളതിൻ്റെ സാഹസം നിങ്ങൾക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ. പക്ഷെ ഒരു കാര്യത്തിൽ എനിക്ക് ഇപ്പോഴും അഭിമാനവും സന്തോഷവുമുണ്ട്. കാരണം വർഷങ്ങൾക്ക് മുൻപ് തന്നെ സംഗീത രംഗത്ത് പലതരത്തിലുള്ള ട്രെൻഡുകൾ മാറി മാറി വന്നപ്പോഴും ഗംഗാധരാശാൻ്റെ പാട്ടിനെ സ്നേഹിക്കുക, ആദരിക്കുക, അനുഭവിക്കുക എന്നൊരു ഹരം, അത് ഒരു ഹരമായിട്ട് തന്നെ ഞാൻ കൊണ്ടു നടന്നിട്ടുണ്ട്. എൻ്റെ സ്വന്തം അനുഭവത്തിലേക്ക് ഞാൻ അധികം കിടക്കുന്നില്ല. വളരെ ചെറിയ ചില സൂചനകൾ മാത്രം പറയാം. എൻ്റെ ചെറുപ്പത്തിൽ ഞാൻ ഏറ്റവും അധികം കേട്ടിട്ടുള്ളത്, അല്ലെങ്കിൽ ഇപ്പോൾ ഉള്ളതിൽ ഇപ്പോൾ ഉള്ളതിലല്ല, കഥകളി രംഗത്തിൻ്റെ അല്ലെങ്കിൽ കഥകളി ചരിത്രത്തിൽ തന്നെ അതിൻ്റെ ഒരു സീനിയോറിറ്റി വെച്ച് നോക്കിയാൽ നമ്പീശനാശാൻ്റെ പാട്ടാണ് ഞാൻ എൻ്റെ ചെറുപ്പത്തിൽ ധാരാളം കേട്ടിട്ടുള്ളത്. കോട്ടയത്ത് തിരുനക്കരയിലും അതേപോലെ കുമാരനെല്ലൂരുമൊക്കെ അദ്ദേഹത്തിൻ്റെ പാട്ട് എൻ്റെ ചെറുപ്പകാലത്ത് സ്ഥിരമായിട്ടുണ്ടായിരുന്നു. പിന്നീട് എംബ്രാന്തിരി ഹരിദാസ്, അതിനു മുമ്പ് എംബ്രാന്തിരി സുബ്രഹ്മണ്യൻ എന്ന ഒരു ടീമിൻ്റെയും പിന്നീട് എംബ്രാന്തിരി ഹരിദാസ് എന്ന ടീമിൻ്റെയും ഒരു പ്രഭാവകാലമാണ്.
ആ സമയത്ത് തന്നെ ശ്രദ്ധേയരായിട്ട് കലാമണ്ഡലം ഹൈദരാലിയുണ്ട്, കലാനിധി ഉണ്ണികൃഷ്ണനുണ്ട്, ഇങ്ങനെ പലതരത്തിലുള്ള ഗായകർ ആ സമയത്ത് തന്നെ ശ്രദ്ധേയരായിട്ടുണ്ട്. അപ്പോഴൊന്നും ഗംഗാധരാശാൻ വാസ്തവത്തിൽ മിക്കവാറും എല്ലാ കളികൾക്കും പ്രത്യക്ഷപ്പെടുന്ന ഒരു ഗായകനായി വന്നിരുന്നില്ല. അദ്ദേഹം ഞാൻ നേരത്തെ പറഞ്ഞ നമ്പീശനാശാൻ്റെ ആ ഒരു കാലഘട്ടത്തിന് ശേഷം ഈ കലാമണ്ഡലം ട്രൂപ്പ് കഥകളികൾക്ക് ആദ്യം കലാമണ്ഡലം ഉണ്ണികൃഷ്ണകുറുപ്പാശാൻ്റെ സംഗീതമാണ്, അതിനുശേഷം അല്ലെങ്കിൽ ആദ്യത്തെ കഥ പാടുന്ന അദ്ദേഹമായിരിക്കും, ചിലപ്പോൾ ഗംഗാരാശാനും കൂടെ പാടാറുണ്ട്. അതിനുശേഷം രണ്ടാമത്തെ കഥയിലാണ് ഗംഗാരാശാൻ്റെ അല്ലെങ്കിൽ രാമകുട്ടിയാശാനൊക്കെ കത്തിവേഷത്തിൽ വരുന്ന രണ്ടാമത്തെ ആ കഥയിലാണ് ഗംഗാരാശാൻ്റെ പാട്ട് കൂടുതൽ അക്കാലത്ത് കേട്ടിട്ടുള്ളത്. ഇങ്ങനെയുള്ള കാര്യങ്ങൾ എനിക്ക് തോന്നുന്നത് ഇതിനെക്കുറിച്ചുള്ള ചർച്ചകളിൽ അല്ലെങ്കിൽ ഗംഗാരാശാനെക്കുറിച്ചുള്ള ചർച്ചകളിൽ ആവർത്തിച്ച് വരാറുള്ള കാര്യമാണ്. ആശാൻ്റെ ജീവിത സാഹചര്യത്തെക്കുറിച്ചും സംഗീതം പഠിക്കാനിടയായ സാഹചര്യത്തെക്കുറിച്ചുമൊക്കെ സുരേന്ദ്രേട്ടൻ ഇവിടെ സംസാരിക്കുകയും ചെയ്തു കഴിഞ്ഞു. അപ്പോൾ അതിൽ ഗംഗാധര ബാണി എന്ന ഒരു വിഷയത്തിലാണ് നമ്മൾ സംസാരിക്കുന്നതെങ്കിൽ അതിൻ്റെയും ചില പ്രധാനപ്പെട്ട സവിശേഷതകൾ നേരത്തെ തന്നെ പല പ്രഭാഷണങ്ങളിൽ വന്നു കഴിഞ്ഞിട്ടുള്ളതാണ്. ശ്രീ അനൂപൊക്കെ ചേർന്നിട്ട് ഇറക്കിയിട്ടുള്ള പുസ്തകത്തിലും ആ വിഷയത്തെക്കുറിച്ച് ചർച്ച ചെയ്തിട്ടുള്ളതാണ്. എങ്കിലും അതിലെ ചില ഘടകങ്ങൾ എന്നെക്കൊണ്ടാവുന്ന വിധം സൂക്ഷ്മമായി ഒന്ന് പരിശോധിക്കാം എന്ന് മാത്രമാണ് ഞാൻ വിചാരിക്കുന്നത്. നേരത്തെ പറഞ്ഞതുപോലെ ഈ ആശാൻ്റെ പാട്ടിൻ്റെ ഒരു പ്രസക്തി തിരിച്ചറിഞ്ഞ കാര്യം പറഞ്ഞല്ലോ, ചെറുപ്പത്തിൽ തന്നെ അത് തിരിച്ചറിയാൻ പറ്റി എന്നുള്ളൊരു അഭിമാനമായിട്ട് ഞാൻ പറഞ്ഞല്ലോ. അതിൻ്റെ ഒരു ഫലമാണ് കോട്ടയത്ത് തന്നെ വാഴപ്പള്ളി, അതേപോലെ പുലിയന്നൂർ, ആയാങ്കുടി പോലെയുള്ള ചില സ്ഥലങ്ങളിലാണ് ഗംഗാരാശാൻ്റെ പാട്ട് കൂടുതൽ അക്കാലത്ത് അവതരിപ്പിക്കപ്പെട്ടിട്ടുള്ളത്. ആയാങ്കുടിയിൽ ശിവനമ്പൂരി കഥകളിയുടെ ചുമതല പലപ്പോഴും ഏറ്റെടുക്കാറുള്ള ശിവനമ്പൂരി കഥകളിക്ക് എന്നെ വിളിക്കുന്നത് ഇങ്ങനെയാണ്. ഞാൻ അന്ന് കുറേശ്ശെ കഥകളിക്ക് കൊട്ടുന്ന കാലമാണ്, 88-89 കാലം മുതലാണത്. അപ്പോൾ അദ്ദേഹം എന്നെ വിളിക്കും, മനു ആയാങ്കുടി കളിയാണ് ഇത്രാം തീയതി, പ്രതിഫലമൊക്കെ അറിയാമല്ലോ, അതൊക്കെ വളരെ കുറവായിരിക്കും, ആശാൻ്റെ പാട്ടുണ്ട് ആണ് പ്രതിഫലം. ഗംഗാരാശാൻ്റെ പാട്ടുണ്ട് എന്നുള്ളതാണ് എനിക്ക് ഉള്ള പ്രതിഫലം. അപ്പോൾ ആ രീതിയിൽ ആയാങ്കുടിയിൽ ധാരാളം കളിക്ക് കിട്ടിയിട്ടുണ്ട്. ഓരോ സമയത്തും ആശാൻ അരങ്ങത്ത് നിൽക്കുന്ന സമയത്ത് ആശാൻ്റെ സംഗീതത്തെ ഞാൻ അത്രയേറെ ഇഷ്ടപ്പെടുന്നു എന്നറിയാവുന്നതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ വാത്സല്യം ധാരാളം അനുഭവിക്കാനുള്ള യോഗം ഉണ്ടായിട്ടുണ്ട്. ആയാങ്കുടിയിൽ തന്നെ അദ്ദേഹത്തിൻ്റെ കച്ചേരിക്ക് ഞാൻ ചെണ്ട കൊട്ടിയിട്ടുണ്ട്. കോട്ടയത്ത് നടന്നൊരു കാലകേയവധത്തിന് ഗംഗാരാശാനും കൊച്ചേട്ടനും അപ്പുകുട്ടി പൊളാശാനും ഉള്ള ഒരു സ്റ്റേജിൽ ആദ്യത്തെ രംഗം മാതല ദശമയുടെ രംഗം ചെണ്ട കൊട്ടാനും അവസരമുണ്ടായി. അന്ന് എനിക്ക് ഒരു ചെറിയൊരു ദുരനുഭവത്തിൽ ഗംഗാരാശാൻ എത്ര വാത്സല്യത്തോടെ എത്ര ആത്മാർത്ഥമായിട്ടാണ് അദ്ദേഹം എനിക്ക് വേണ്ടിയിട്ട് വാദിക്കുകയും ചെയ്തതെന്ന് അതും ഞാൻ ഓർമ്മിക്കുന്നു. അത്രയും ഓർമ്മിക്കാതിരിക്കാൻ നിവൃത്തിയില്ല അദ്ദേഹത്തെ ഓർക്കുമ്പോൾ. കാരണം വെച്ചാൽ അത്രത്തോളം ആത്മബന്ധം എനിക്ക് അദ്ദേഹമായിട്ടുണ്ടായിരുന്നു. ഈ ആയാങ്കുടിയിലെ കച്ചേരി കഴിഞ്ഞിട്ട് കോട്ടയത്തേക്ക് മടങ്ങുന്നത് എൻ്റെ കാറിലാണ്. ഞാനപ്പോൾ കാറിൽ ഹരിദാസേട്ടൻ്റെ പാട്ടുകളാണ് അതിൽ പ്ലേ ചെയ്തുകൊണ്ടിരുന്നത്. ഓരോ പദവും കേൾക്കുമ്പോൾ ഗംഗാരാശാൻ പറയും, ഇത് ഞാൻ പാടാറുള്ള സംഗതിയാണ്, ഇതല്ല എംബ്രാന്തിരിയുടേതാണ്, ഇങ്ങനെ ഓരോന്ന് വേർതിരിച്ച് അദ്ദേഹം പറയുകയൊക്കെ ചെയ്യരുത്. അപ്പം അങ്ങനെയൊക്കെയുള്ള ചില അനുഭവങ്ങളാണ് ഉള്ളത്. ഞാൻ ഗംഗാധര ബാണി എന്ന വിഷയത്തിലേക്ക് കൂടുതൽ വിശദമായി പ്രവേശിക്കാം എന്ന് വിചാരിക്കുന്നു. നമ്മൾ സാധാരണഗതിയിൽ പറയാറുള്ള ഒരു കാര്യമാണ് ഘനസംഗീതമാണ്, ഘനശാരീരമാണ്. സംഗീതം എന്നുള്ളതിനേക്കാൾ ഘനശാരീരമാണ് ഗംഗാധരാശാൻ്റേത് പറയാറുണ്ട്. അതേപോലെ തന്നെ മറ്റൊരു വിശേഷണമാണ് നാദസ്വരബാണിയാണ് അദ്ദേഹത്തിൻ്റെ സംഗീതം എന്നുള്ളത്. ബഹുമാന്യായ ശ്രീ ജയശങ്കർ സാർ തന്നെ അതിവിടെ വളരെ അദ്ദേഹത്തിന് ആ സംഗീതം അത്ര പരിചയമില്ലെന്ന് പറഞ്ഞിട്ട് പോലും ആ ഒരു ഘടകം അദ്ദേഹം വളരെ പെട്ടെന്ന് തന്നെ തിരിച്ചറിഞ്ഞു എന്നുള്ളൊരു ആഹ്ലാദവുമുണ്ട്. ആ രീതിയിലുള്ള സവിശേഷതകൾ നമ്മളെപ്പോഴും ഗംഗാരാശാനെക്കുറിച്ച് പറയാറുള്ളതാണ്. സുരേന്ദ്രേട്ടൻ ഇവിടെ പറഞ്ഞതുപോലെ കഥകളിത്തം ഉണ്ട് എന്ന് പറയാറുണ്ട്. ഈ ഘടകങ്ങളുടെ അടിസ്ഥാനം എന്ത് എന്നുള്ളതാണ് നമുക്ക് പരിശോധിക്കാനുള്ളത്. അതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട 2-3 പോയിന്റുകൾ മാത്രമേ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നുള്ളൂ. ഒന്ന്, ഈ ഘനശാരീരം, ഈ കഥകളിത്തം എങ്ങനെയാണ് ഗംഗാരാശാൻ്റെ പാട്ടിന് കിട്ടുന്നത് എന്നുള്ളതാണ് നമുക്ക് പരിശോധിക്കാവുന്നൊരു വിഷയം. ഈ ഘനശാരീരം വാസ്തവത്തിൽ കഥകളി വേഷത്തിൻ്റെ പൊതുവായിട്ടുള്ള ഘടന നമുക്കറിയാം. മനുഷ്യ ശരീരത്തെ തന്നെ ഒന്ന് വികസിപ്പിച്ചെടുത്താൽ, ചില അവയവങ്ങളൊന്ന് വികസിപ്പിച്ചെടുത്താൽ ആ ഒരു രീതിയിൽ ഒരു അതിമാനുഷ കഥാപാത്രങ്ങളായിട്ടാണ് കഥകളി
വേഷങ്ങൾ രംഗത്ത് വരുന്നത്. അതിനിണങ്ങുന്ന തരത്തിൽ ചെണ്ട, മദ്ദളം പോലെയുള്ള വാദ്യങ്ങളാണ് അതിൽ അകമ്പടിയാകുന്നത്. കൂടാതെ താളം പിടിക്കാനാണെങ്കിലും ചേങ്ങിലയും ഇലത്താളവുമാണ്. ഇങ്ങനെയുള്ള ഒരു അന്തരീക്ഷത്തിൽ പലപ്പോഴും സംഗീതം മാത്രമാണ് അതിന് ശ്രുതിയോടുള്ള ഒരു ശ്രുതി തെറ്റാതെ പാടുക എന്നുള്ളൊരു വലിയ ഉത്തരവാദിത്വം ഉള്ളതുകൊണ്ട്, അതേപോലെ തന്നെ രാഗാലാപനത്തിന് പ്രാധാന്യം കൊടുക്കുക എന്ന ഒരു സവിശേഷത ഉള്ളതുകൊണ്ട് സംഗീതം മാത്രം ഒന്ന് വേറിട്ട് ഹ്യൂമൻ സൗണ്ട് എന്ന് പറയുന്ന മനുഷ്യൻ്റെ സാധാരണ സൗണ്ടിൽ തന്നെ ശബ്ദത്തിൽ തന്നെ നിൽക്കുന്ന ഒരു വൈരുദ്ധ്യം കഥകളി വേദിയിലുണ്ട്. ആ വൈരുദ്ധ്യം പൊലിപ്പിച്ച് പഴയകാലത്ത് അത്രത്തോളം ആ വൈരുദ്ധ്യം ഉണ്ടോ എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. കാരണം ഉച്ചശ്രുതിയിൽ പാടുക എന്നുള്ളതാണ് പഴയ രീതിയിൽ നിന്ന് കേട്ടിട്ടുണ്ട്. മാത്രമല്ല ചേങ്ങലയുടെ ശ്രുതിയിൽ പാടുക എന്നൊക്കെയായിരുന്നു പഴയ സമ്പ്രദായം എന്ന് കേട്ടിട്ടുണ്ട്. ശ്രുതിപ്പട്ടിയോ അല്ലെങ്കിൽ ഹാർമോണിയോ വരുമ്പോൾ പോലും മേൽസ്ഥായിൽ കൂടുതൽ പാടുകയോ അല്ലെങ്കിൽ ഉറക്കെ പാടുകയോ ഒക്കെ ചെയ്തുകൊണ്ട് പഴയ ചില ഗായകർ അതിനെ മറികടക്കാൻ ശ്രമിക്കുന്നതും കണ്ടിട്ടുണ്ട്. എന്നാൽ നമുക്കറിയാം, ഒരു കാലത്ത് പ്രത്യേകിച്ച് 80കളിലും ഒക്കെ സജീവമായ ഒരു കാൽപ്പനിക സംഗീതം എംബ്രാന്തിരാശാൻ്റെയും അതേപോലെ ഹരിദാസേട്ടൻ്റെയും അങ്ങനെ ഞാൻ നേരത്തെ ഹൈദരാലി മാസ്റ്ററുടെയും ഒക്കെ നേതൃത്വത്തിലുള്ള അതിൽ നിന്ന് കുറച്ച് വേറിട്ട് നിൽക്കുന്ന സംഗീതം ശ്രീ കലാനിധി ഉണ്ണികൃഷ്ണേട്ടൻ്റെതാണെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പം അങ്ങനെ ഒരു സംഗീതം ഇങ്ങനെ വളരെ പ്രചാരം നേടിയ ഒരു കാലം. ആ കാലത്ത് ഇത്തരത്തിലുള്ളൊരു ആ വൈരുദ്ധ്യത്തെ പരിഹരിക്കുന്ന ഒരു ഘന ശാരീരമാണ് ഗംഗാരാശാന് ഉണ്ടായിരുന്നതെന്ന് ഉറപ്പിച്ച് നമുക്ക് പറയാൻ പറ്റും. കാരണം വെച്ചാൽ നമുക്ക് പെട്ടെന്ന് തന്നെ തോന്നിയ കഥകളിത്തത്തിന് ഒരു ആധാരം അതാണ്. ഇപ്പോൾ ഒരു കത്തിവേഷത്തിൻ്റെ തിരനോക്ക്, ഗംഗാരാശാൻ്റെ സംഗീതം അതിൻ്റെ പിന്നണിയായിട്ടൊരു പാടിരാഗം പാടിക്കൊണ്ട് അദ്ദേഹം എല്ലാവരും ആ കേട്ട അനുഭവമുള്ളതുകൊണ്ട് ഞാൻ കൂടുതൽ വിസ്തീകരിക്കുന്നില്ല. ആ പാടിരാഗം അദ്ദേഹം വിസ്തരിക്കുമ്പോഴേക്കും കത്തിവേഷത്തിൻ്റെ ഒരു നിറവ് അപ്പോൾ തന്നെ അവിടെ വന്നു കഴിയും എന്ന് പറയുന്നൊരവസ്ഥയുണ്ട്. അതേപോലെ തന്നെ ഇപ്പോൾ ബാലിവധം പോലെയുള്ള കഥകൾ, രാവണോത്ഭവം പോലെയുള്ള കഥകൾ, സംഗീതപ്രധാനം നമുക്ക് പറയാൻ പറ്റാത്ത രാവണോത്ഭവം പോലെയുള്ള കഥ പോലും ആ ഗംഭീരവിക്രമ പോലെയുള്ള പദങ്ങൾ അദ്ദേഹം പാടിക്കഴിയുമ്പോഴേക്കും അതിന് കിട്ടുന്ന ഒരു സജീവത അത് നമ്മൾ എടുത്ത് പറയേണ്ടതുണ്ട്. അതിൻ്റെയൊക്കെ അടിസ്ഥാനം വാസ്തവത്തിൽ ഈ ഘനശാരീരമാണ്. ഈ ഘനശാരീരം മാത്രമല്ല, വേറെ ചില സവിശേഷതകൾ കൂടി അദ്ദേഹത്തിന് ഉണ്ട്. അത് എന്താണെന്നും കൂടി മാത്രമാണ് ഞാനിവിടെ ഇപ്പോൾ ഈ കുറഞ്ഞ സമയത്തിനുള്ളിൽ സൂചിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നത്. ഒന്ന്, നമ്മളെല്ലാവരും സാധാരണ കരുതാറുണ്ട് ഈ സംഗീത പണ്ഡിതന്മാർക്കാണ് ഗംഗാധരാശാൻ്റെ സംഗീതം ആസ്വദിക്കാൻ പറ്റുക, സാധാരണക്കാർക്ക് വേണ്ടിയിട്ടുള്ളത് മറ്റ് ഗായകരുടെ, ജനപ്രിയരായിട്ടുള്ള ഗായകരുടെ സംഗീതമാണ് എന്ന് പലരും വിചാരിക്കാറുണ്ട്. നേരെ തിരിച്ചാണെന്നാണ് എൻ്റെ അനുഭവം. കാരണം ഗംഗാധരാശാൻ്റെ സംഗീതം ഇൻറ്റ്യൂറ്റീവായിട്ടുള്ള സംഗീതമാണ്. സഹജാവബോധത്തിൽ നിന്ന് വരുന്ന നൈസർഗികമായ ജൈവികമായ ഒരു സംഗീതമാണ് ഗംഗാധരാശാൻ്റേത്. നമ്മളത് എപ്പോഴും പാണ്ഡിത്യത്തിൻ്റെ ഒരു മാനദണ്ഡം ഉപയോഗിച്ച് അതിനെ അളക്കാൻ ശ്രമിക്കുമ്പോഴാണ് അത് മറ്റെന്തെങ്കിലുമൊക്കെ ആയിട്ട് തോന്നുന്നത് എന്നാണ് എനിക്കുള്ള അനുഭവം. കാരണം എന്ന് വെച്ചാൽ നമ്മളിപ്പോൾ ഒരു ഉദാഹരണം പറയാം, മനോധർമ്മ സംഗീതം. കർണാടക സംഗീതത്തിലാണെങ്കിൽ മനോധർമ്മ സംഗീതം എന്ന് പറയാറുണ്ട്. മനോധർമ്മ സംഗീതം എന്ന് പറഞ്ഞാൽ കർണാടക സംഗീതത്തിൽ ഉദ്ദേശിക്കുന്നത് ആദ്യം ഗീതം പാടുന്നു, അതേപോലെ തന്നെ ഗീതങ്ങൾ, അതേപോലെ വർണ്ണങ്ങൾ, കീർത്തനങ്ങൾ ഒക്കെ പഠിച്ചതിന് ശേഷം രാഗാലാപനം അല്ലെങ്കിൽ നിരവൽ, കൽപ്പനാസ്വരം അല്ലെങ്കിൽ രാഗന്താനം പല്ലവി, ഇങ്ങനെയുള്ള സംഗീതത്തിൻ്റെ അടിസ്ഥാന സങ്കേതങ്ങൾ ഉറപ്പിച്ചതിന് ശേഷം ഇങ്ങനെയുള്ള തരത്തിലുള്ള ആലാപനങ്ങൾ നിർവഹിക്കാനുള്ള ആ ഒരു ശേഷി അത് വളർത്തിയെടുക്കുന്നതിനാണ്, അല്ലെങ്കിൽ അത്തരത്തിലുള്ള പ്രകടനത്തിനാണ് നമ്മൾ സാധാരണ മനോധർമ്മ സംഗീതം എന്ന് പറയുന്നത്. ഇവിടെ ഗംഗാരാശാൻ ആദ്യം തന്നെ കർണാടക സംഗീതം അഭ്യസിച്ചിട്ടുണ്ട്. പക്ഷേ അദ്ദേഹത്തെ അഭ്യസിപ്പിച്ച വേലുക്കുട്ടി ഭാഗവതർ, കടക്കാവൂർ വേലുക്കുട്ടി ഭാഗവതർ, അദ്ദേഹം സംഗീത നാടക നടനായിരുന്നു എന്നുള്ള കാര്യവും പ്രത്യേകം പരിഗണിക്കേണ്ടതുണ്ട്. എനിക്ക് തോന്നുന്നത് അനൂപ് ഒക്കെ കൂടി ചേർന്നിറക്കിയിട്ടുള്ള പുസ്തകത്തിൽ ആ വിഷയം പരിഗണിച്ചിട്ടുണ്ട്. അത് കണ്ടപ്പോൾ വലിയ സന്തോഷം തോന്നി. കാരണം വെച്ചാൽ ഈ കർണാടക സംഗീതത്തെക്കാൾ, രാഗാധിഷ്ഠിതമായ കർണാടക സംഗീതത്തെക്കാൾ കൂടുതൽ ഭാവവൈവിധ്യമുള്ള രംഗാവതരണങ്ങൾക്ക് കൂടി പ്രയോഗിക്കുന്ന, അല്ലെങ്കിൽ രംഗാവതരണങ്ങൾക്ക് കൂടി പ്രയോജനപ്പെടുന്ന സംഗീത നാടകത്തിൻ്റെ സംഗീതം അത് തീർച്ചയായിട്ടും ഗംഗാരാശാനെ സ്വാധീനിച്ചിരിക്കാനുള്ള സാധ്യതയുണ്ട്. തൊട്ട് പിന്നാലെ അദ്ദേഹം കലാമണ്ഡലത്തിലേക്ക് വരുന്നു. അതിന് മുൻപുള്ള അദ്ദേഹം പറയുന്നുണ്ട്, ആ പുസ്തകത്തിലെ ഒരു ഇൻ്റർവ്യൂവിൽ പറയുന്നുണ്ട്, ശ്രീമതി അങ്ങനെ തുടങ്ങിയിട്ടുള്ള 1-2 പേരുടെ കീഴിലാണ് അദ്ദേഹം പഠിച്ചു തുടങ്ങിയത്. പിന്നീട് കടക്കാവൂർ വേലുക്കുട്ടി നായരുടെ കീഴിൽ അദ്ദേഹം പഠിക്കുന്നു. തുടർന്ന് കലാമണ്ഡലത്തിൽ എത്തുമ്പോൾ ശിവരാമൻ നായർ ആശാൻ്റെ കീഴിൽ അദ്ദേഹം അഭ്യസിക്കുന്നു. പിന്നാലെ നീലകണ്ഠൻ ഭീഷണ ആശാൻ്റെ കീഴിൽ അഭ്യസിക്കുന്നു. ഒരു 3 മാസം ഉണ്ടായ വെങ്കടകൃഷ്ണ ഭാഗവതരുടെ കീഴിലും അദ്ദേഹം അഭ്യസിക്കുന്നുണ്ട്. ഇപ്പോൾ ഈ രീതിയിലുള്ളൊരു അഭ്യാസ ക്രമം ആണ് അദ്ദേഹത്തിൻ്റെ പഠനകാലത്തുണ്ടായിരുന്നത്. നമുക്ക് പെട്ടെന്ന് തിരിച്ചറിയാവുന്നൊരു സംഗതിയുണ്ട്. ഇതിലെ ഗംഗാധരാശാൻ്റെ സംഗീതത്തിൻ്റെ അടിസ്ഥാനം അല്ലെങ്കിൽ അതിൻ്റെ ആധാരശില എന്ന് നമുക്ക് പറയാവുന്നത് തീർച്ചയായിട്ടും നീലകണ്ഠൻ ഭീഷണ ആശാൻ്റെ സംഗീതം തന്നെയാണ്. കാരണം വെച്ചാൽ
ആ ശബ്ദസാമ്യം പോലും അദ്ദേഹമായിട്ടുണ്ട്. അത് വളരെ അത്ഭുതകരമായിട്ടൊരു കാര്യമാണ്. നീലകണ്ഠ നമ്പീശനാശാൻ്റെ ശിഷ്യന്മാരുടെ ഒരു വൈവിധ്യം ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ. പക്ഷേ അദ്ദേഹത്തിൻ്റെ കൂടെ പാടുമ്പോൾ അദ്ദേഹവുമായിട്ടുള്ള ശബ്ദസാമ്യം അത് നമുക്ക് ഉണ്ണികൃഷ്ണ കുറുപ്പാശാനിലും തോന്നും, ഗംഗാരാശാനിലും തോന്നും. നേരത്തെ പറഞ്ഞ പോലെ ആസ്വാദകർ തിരിച്ചറിഞ്ഞൊരു ഘട്ടമുണ്ടല്ലോ, 80കളിലും ഒക്കെ ആസ്വാദകർ തിരിച്ചറിയുന്ന ഒരു കാലമുണ്ടല്ലോ, ഗംഗാരാശനെ തിരിച്ചറിഞ്ഞൊരു കാലമുണ്ടല്ലോ. അവിടെയും ഉണ്ണികൃഷ്ണ കുറുപ്പാശാൻ്റെ ആരാധകരായി പ്രത്യക്ഷപ്പെട്ടിരുന്നവരാണ് ഗംഗാരാശാൻ്റെ സംഗീതവും കൂടുതൽ തിരിച്ചറിഞ്ഞതെന്ന് തോന്നിയിട്ടുണ്ട്. ഞാൻ പറയാൻ ശ്രമിച്ച കാര്യം എന്ന് വെച്ചാൽ ഈ രീതിയിൽ ഒരു നമ്പീശനാശാൻ്റെ ആ ഒരു അടിത്തറയിൽ നിന്നിട്ടാണ് അദ്ദേഹത്തിൽ ചേർത്തല കൊട്ടുകുറുപ്പാശാനെ പോലുള്ള ചിലരുടെ, അദ്ദേഹം തന്നെ പറയുന്നുണ്ട് കുറച്ചു കാലം മാത്രമേ അതുമായിട്ട് അടുത്ത പരിചയം അദ്ദേഹത്തിന് ഉണ്ടായിരുന്നുള്ളൂ എന്ന്. നമ്പീശനാശാൻ്റെ തന്നെയാണ് അദ്ദേഹത്തിൻ്റെ അടിത്തറ. എന്നാൽ അതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട വ്യത്യാസം രണ്ട് കാര്യങ്ങളിലുള്ള വ്യത്യാസമാണ് പറയാനുള്ളത്. ഒന്ന് കർണാടക സംഗീതമായിട്ടുള്ള വ്യത്യാസമാണ്. കർണാടക സംഗീതത്തിൽ ആലാപനത്തിലൂടെ ഒരു രാഗത്തെ സ്ഥാപിക്കുക എന്നുള്ളതാണ് പലപ്പോഴും ചെയ്യാറുള്ളത്. മനോധർമ്മ സംഗീതത്തിലാണെങ്കിൽ പോലും ആ രാഗത്തിലാണ് ഊന്നൽ. രാഗത്തിൻ്റെ വിവിധ സഞ്ചാരഗതികൾക്കും മറ്റുമൊക്കെ തന്നെയാണ് അവിടെ പരമപ്രധാനമായ ഊന്നൽ. ആ സഞ്ചാരത്തിലൂടെ രാഗത്തെ സ്ഥാപിക്കുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഉദ്ദേശ്യം. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഗമകങ്ങൾ ഉപയോഗിക്കുമ്പോൾ നമ്മൾ സാധാരണ പറയാറുണ്ട് ഗംഗാരാശാൻ്റെ പാട്ട് ഗമകപ്രധാനമാണ് എന്ന് പറയാറുണ്ട്. എനിക്ക് തോന്നുന്നു കഴിഞ്ഞ വർഷമാണ് തോന്നുന്നത് പത്തിയൂർ ശങ്കരോട് ചേട്ടൻ ആ ഒരു വിഷയം വളരെ വിദഗ്ധമായിട്ട് അദ്ദേഹം വേദിയിൽ അവതരിപ്പിച്ചിട്ടുണ്ട്. ദശവിധ ഗമകങ്ങളാണ് അദ്ദേഹത്തിൻ്റെ സംഗീതത്തിൻ്റെ സവിശേഷത എന്ന്. പക്ഷേ ഗമകങ്ങളിൽ തന്നെ ഒരു കാര്യം കൂടി അതിനോട് കൂട്ടിച്ചേർക്കാനുള്ളത്, തീർച്ചയായിട്ടും അദ്ദേഹം പറഞ്ഞ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അതിനോട് കൂട്ടിച്ചേർക്കാനുള്ളൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് വെച്ചാൽ ഈ ഗമകങ്ങൾ തന്നെ പല വിധത്തിലുണ്ടല്ലോ. ഈ ദശവിധ ഗമകങ്ങളിൽ തന്നെ പല വിധത്തിലുള്ള ഗമകങ്ങളുണ്ട്. അതിനകത്ത് ദ്രുതമായിട്ടുള്ള ഗമകങ്ങളുണ്ട്. ഇപ്പോൾ സ്ഫുരിതം പോലെ അങ്ങനെയൊക്കെയുള്ള ദ്രുത ഗമകങ്ങളുണ്ട്. കൂടാതെ ഈ ഭാവത്തിന് കൂടുതൽ പ്രാധാന്യം വരുന്ന തരത്തിലുള്ള ദീർഘഗമകങ്ങളും, പ്രത്യേകിച്ച് കമ്പിത ഗമകം അല്ലെങ്കിൽ ആന്തോളിതം തുടങ്ങിയിട്ടുള്ള ഗമകങ്ങൾ. ഇപ്പോൾ നമ്മൾ കർണാടക ഇത് പെട്ടെന്ന് പറയാനാണ്. ഇപ്പോൾ സ്ഫുരിത ഗമകം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ എനിക്ക് പാടാനറിയാത്തതുകൊണ്ടാണ്, എന്നാലും നിങ്ങൾക്ക് ഓർമ്മയിൽ വന്നാൽ മതി എന്ന് ഇതുകൊണ്ട് പറയുകയാണ്. ഇപ്പോൾ സ രി രി ഗ ഗ മ മ പ പ അങ്ങനെ ആ ഇരട്ട സ്വരങ്ങളിലൂടെ രണ്ടാമത്തെ സ്വരത്തിന് ഊന്നൽ കൊടുക്കുന്ന തരത്തിലുള്ള ആ ഒരു ഗമകം അത് ദ്രുതമായിട്ടാണ് നിർവഹിക്കുന്നത്. എന്നാൽ കമ്പിതം പോലുള്ള ഗമകങ്ങളുണ്ട്. ഇപ്പോൾ അതിൻ്റെ ഒരു പ്രസക്തി ആദ്യം മായാമാളകള പാടി പഠിച്ചു തുടങ്ങുമ്പോൾ തന്നെ ആ ഒരു പ്രാധാന്യം നമ്മൾ തിരിച്ചറിയാറുണ്ട് അല്ലേ. സ രി ആ രീക്കും അതേപോലെ ധായ്ക്കും കൊടുക്കുന്ന ഊന്നൽ, ഞാൻ പാടിയാൽ ശരിയാവില്ല, രീക്കും ധായ്ക്കും കൊടുക്കുന്ന ഊന്നൽ, അതാണ് ഈ കമ്പിത ഗമകം എന്ന് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇത്തരത്തിലുള്ള ഗമകങ്ങളാണ് കൂടുതൽ അദ്ദേഹം പ്രയോഗിക്കാറുള്ളത്. അതിനകത്ത് തന്നെ ഒരു സവിശേഷമായ ഗമകം ആന്തോളിതം എന്ന ഗമകമാണ്. ദീർഘമായ ഒരു സ്വരത്തിൽ തന്നെ കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള ദീർഘമായ ഒരു ഗമക പ്രയോഗമാണ്. അത് ഈ ഹിന്ദുസ്ഥാനി സംഗീതത്തിലാണ് കൂടുതൽ നമുക്ക് കേൾക്കാൻ പറ്റുക. അത് ഞാനൊരു ഇപ്പം മിയാങ്കി മൽഹർ, ദർബാരി കാനഡ തുടങ്ങിയിട്ടുള്ള രാഗങ്ങളിലാണ് അത്തരത്തിലുള്ള പ്രയോഗം നമുക്ക് കൂടുതൽ കേൾക്കാൻ പറ്റുക. ഞാനൊന്ന് ജസ്റ്റ് ഒന്ന് കേൾപ്പിക്കാം. ഇത് കേട്ടാൽ എനിക്ക് പറയാനുള്ളത് പെട്ടെന്ന് പറയാൻ പറ്റുമെന്ന് തോന്നുന്നു. 5 മിനിറ്റുള്ളിൽ എടുക്കില്ല. ഇനി ആന്തോളനം എന്ന ഗമകം കേൾക്കാമോ? ഇതിൽ ആ ഗാന്ധാരത്തോട് അടുത്തത് ദർബാരി കാനഡ. ഞാൻ പെട്ടെന്ന് സൂചിപ്പിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇത്തരത്തിലുള്ള ഈ ദീർഘഗമകങ്ങളാണ് അദ്ദേഹം കൂടുതൽ പ്രയോഗിക്കാറുള്ളത്. കാരണം വെച്ചാൽ അതിന് ഭാവം കൂടുതൽ ലഭിക്കുമെന്ന് തോന്നുന്നു. ഞാൻ അദ്ദേഹത്തിൻ്റെ സംഗീതത്തെക്കുറിച്ച് പറഞ്ഞുകൊണ്ട് മാത്രം ഉദാഹരണമായിട്ടൊരു ക്ലിപ്പ്, ഒരു മ്യൂസിക് ക്ലിപ്പ്, അദ്ദേഹത്തിൻ്റെ തന്നെ സംഗീതത്തിൻ്റെ ഒരു മതി വിഹാരം എന്നുള്ള ആ പദത്തിൻ്റെ തുടക്കം.
അതിൻ്റെ എൻ്റെ സ്പീഡ് കൂടുതലാണ്. അധികം സമയമില്ലാത്തതുകൊണ്ട് ഞാനത് അധികം നീട്ടുന്നില്ല. ഈ ദീർഘഗമകങ്ങൾക്ക് അദ്ദേഹം കൊടുക്കുന്ന പ്രാധാന്യം പറയുന്നതിന് വേണ്ടിയിട്ടാണ്. അതിൻ്റെ അതിലൊരു ഘട്ടത്തിൽ ആ തലമുടി കഴിഞ്ഞതും തിലകമിതലിഞ്ഞതും എന്നുള്ള ഭാഗം ഗംഗാരാശാൻ പാടുന്നത്, ആ ഭാഗം കൂടി ഒന്ന് കേൾക്കാം. പ്രത്യേകം കേൾക്കണം. ആ പ്രയോഗം ഒന്നുകൂടി ഒന്ന് കേട്ടു നോക്കൂ. ഞാൻ ആദ്യം പറയാൻ ഉദ്ദേശിച്ച കാര്യം ഊന്നിപ്പറയുകയാണ്. ഇവിടെ ഈ രാഗത്തിൻ്റെ ബൗദ്ധിക ജ്ഞാനമൊന്നും ആവശ്യമില്ല. പകരം അദ്ദേഹം ഈ സംഗീതത്തിൽ നൽകുന്ന പ്രാധാന്യം മുഴുവൻ ഭാവത്തിനെയാണ് എസ്റ്റാബ്ലിഷ് ചെയ്യാൻ ശ്രമിക്കുന്നത്. ഒരു തരത്തിൽ പറഞ്ഞാൽ കർണാടക സംഗീതത്തിൻ്റെയും ആദ്യകാലത്തെ അവസ്ഥ അതുതന്നെയാണ്. ഭാവത്തിന് തന്നെയായിരുന്നു പ്രാധാന്യം. ആ ഭാവത്തിനുള്ള പ്രാധാന്യമാണ് വാസ്തവത്തിൽ കർണാടക സംഗീതത്തിൽ ആദ്യകാലത്തുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെയാണ് നമുക്ക് പല രാഗങ്ങളിലും ചില സവിശേഷ പ്രയോഗങ്ങൾ ഉള്ളത്. ഞാൻ അതിനെക്കുറിച്ചൊന്നും അധികം വിശദീകരിക്കുന്നില്ല. ഇപ്പോൾ വേഗട പോലെ ഗൗള പോലെയൊക്കെയുള്ള രാഗങ്ങളിലെ സവിശേഷ പ്രയോഗങ്ങൾ ഈ ഭാവപ്രധാനമായിട്ട് സംഗീതത്തെ പരിചരിച്ചിരുന്നതിൻ്റെ തെളിവാണെന്ന് നമുക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റും. ഗംഗാരാശാൻ്റേത് രാഗത്തെ സ്ഥാപിക്കുക എന്നുള്ളതായിരുന്നില്ല. അതാണ് പ്രധാനമായിട്ട് പറയാനുള്ളത്. തീർച്ചയായിട്ടും ഒരു രാഗത്തിൻ്റെ അടിസ്ഥാനം ഉണ്ടാവും, പക്ഷേ ആ രാഗത്തെ സ്ഥാപിക്കുന്നതിന് പകരം ഭാവത്തെ സ്ഥാപിക്കുക. അത് ഈ പറഞ്ഞ കഥകളിക്കിണങ്ങുന്ന ആ ഘനശാരീരത്തോടു കൂടി, അതുപോലെ തന്നെ പലപ്പോഴും എടുത്തു പറയാറുള്ള ശ്വാസ നിയന്ത്രണത്തോടു കൂടി, അസാമാന്യമായ വായുബലത്തോടു കൂടി ഈ രീതിയിൽ ഒരു രാത്രി മുഴുവൻ ആലപിക്കുക എന്നൊക്കെയുള്ള അത്തരത്തിലുള്ള ഒരു അത്ഭുത പ്രതിഭാസമായിരുന്നു ഗംഗാരാശാൻ എന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട്, ഇത് നമുക്ക് വളരെ വിശദമായിട്ട് സംസാരിക്കേണ്ട വിഷയമാണ്. ഇനി തുറന്നുള്ള സംഗീത ചർച്ചയൊക്കെ വരുന്നുണ്ട്, അതുകൊണ്ട് ഞാൻ അധികം നീട്ടുന്നില്ല. അദ്ദേഹത്തിൻ്റെ പാദങ്ങളിൽ ഒരിക്കൽ കൂടി നമസ്കരിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു. നമസ്കാരം. വേദിയിൽ ഇരിക്കുന്ന അധ്യക്ഷൻ പി ഡി നമ്പൂതിരി, ഒരുപാട് ബിരുദങ്ങളുള്ള പക്ഷേ അവസാനം കിട്ടിയ മഹാത്മാഗാന്ധി യൂണിവേഴ്സിറ്റിയുടെ ഡോക്ടറേറ്റ് നേടിയ ശ്രീ തിരുവഴ ജയശങ്കർ, എൻ്റെ സുഹൃത്തുക്കളായ കലാനിലയ ഉണ്ണികൃഷ്ണൻ, സുരേന്ദ്രൻ, ഇന്ന് ഗംഗാരാശാൻ്റെ അവാർഡ് സ്വീകരിച്ച ശ്രീ വിശ്വാസ്, മനോജ്, എൻ്റെ മുമ്പിലിരിക്കുന്ന എല്ലാവരോടും ഈ ആശംസ ആരോട് പറയണം, എന്ത് പറയണം എന്നെനിക്ക് അറിഞ്ഞുകൂടാത്തൊരവസ്ഥയായി. കാരണം ഞാനും ഇതിലൊരു ഒന്ന് പെട്ടുപോയ ആളാണ്. അപ്പോൾ ഈ ഞങ്ങളുടെ ഒരു ചൊല്ലുണ്ട്, ആത്മാരാധന ദേവാരാധന. അപ്പോൾ ഈ ദേവാരാധന വേണമെങ്കിൽ ആത്മാരാധന വേണം. അപ്പോൾ ഈ ദേവന്മാരെ ആദരിക്കുന്നതിൻ്റെ കൂടെ എന്നെയും കൂടി ആദരിക്കാൻ തോന്നിയതിൽ ആദ്യമായിട്ട് എല്ലാവരോടും ഒരു നന്ദി പറഞ്ഞുകൊള്ളട്ടെ. പിന്നെ ആശംസ അർപ്പിക്കാനുള്ളത്, ഇന്ന് ഈ ഗംഗാരാശാൻ്റെ
സ്മരണകൾ അയവിറക്കിക്കൊണ്ട് ഈ ഉദ്ഘാടന കർമ്മം നിർവഹിച്ച ശ്രീ തിരുവിഴ ജയശങ്കർ, കലൈമാമണി എന്നൊക്കെ ഒരുപാട് ബിരുദങ്ങളുണ്ട്. പക്ഷേ അദ്ദേഹത്തിന് 2-3 കാര്യങ്ങളിൽ എടുത്തു പറയാതിരിക്കാൻ പറ്റില്ല. ഏതാണ്ട് 70-80 കൊല്ലത്തോളം ആയി നാദസ്വരം എന്ന ഉപകരണത്തിനെ ഉപാസിച്ചുകൊണ്ട് ഇന്നും 1 മണിക്കൂറെങ്കിലും വീട്ടിലിരുന്നാണെങ്കിലും നാദസ്വരം വായിക്കുന്ന ശ്രീ തിരുവിഴ ജയശങ്കറിന്, എൻ്റെ ഒരു ജ്യേഷ്ഠ സഹോദരന്, ഇന്ന് ഇവിടെ ഉള്ളതിൽ ഏറ്റവും കൂടിയ പ്രായം കൂടിയുള്ള ഒരാളും കൂടി ഒന്നാളാണെന്ന് ഞാൻ വിശ്വസിക്കുന്നത്. അദ്ദേഹത്തിന് സകലവിധ ആശംസകളും നേരുന്നു. എല്ലാവർക്കും വേണ്ടി അദ്ദേഹത്തിനെ ഞാൻ ആശംസിക്കുന്നു. അതോടുകൂടി ഒരു കാര്യം കൂടെ പറയട്ടെ. ഇവിടെ ഈ നന്ദി കൃതജ്ഞത എന്നും ഒരു വിഷയം വച്ചിട്ടില്ല. അപ്പം അദ്ദേഹത്തോടുള്ള നന്ദിയും കടപ്പാടും അറിയിക്കുന്നു. കാരണം ഗംഗാറാശാൻ എൻ്റെ ഒരു ജ്യേഷ്ഠ സഹോദരനാണ്. തന്നെയല്ല, ഒരുപാട് കാലങ്ങൾ അരങ്ങത്ത് ഒരുമിച്ച് പ്രയോഗിച്ചിട്ടുള്ളതാണ്. പ്രയോഗം അതുണ്ട്. അതിലൊരു കാര്യം കൂടെ പറഞ്ഞിട്ട് അവസാനിപ്പിക്കാം. ഗംഗാറാശൻ ഈ താളമോ അല്ലെങ്കിൽ ഭാവമോ ഇതൊക്കെ അദ്ദേഹത്തിൻ്റെ കൂടെ വരികയാണ്. അല്ലാതെ അദ്ദേഹം താളത്തിൻ്റെ പുറകെയോ അല്ലെങ്കിൽ ഭാവത്തിൻ്റെ പുറകെയോ പോകേണ്ട കാര്യമില്ല. അങ്ങനെ ഒരു സമ്പ്രദായമാണ്. അതുകൊണ്ട് അദ്ദേഹത്തിനുള്ള നിർബന്ധം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, സാധാരണ പാട്ടുകാർ എന്നോട് ദേഷ്യപ്പെടരുത്, പ്രത്യേകിച്ച് കഥകളി സംഗീതക്കാരെ. അരങ്ങത്ത് നിൽക്കുമ്പോൾ ചെണ്ടയിലോ മദ്ദളത്തിലോ ശബ്ദം കേട്ടില്ലെങ്കിൽ കലാമണ്ഡലം ഗംഗാധരൻ എന്ന് പറയുന്ന കഥകളി പാട്ടുകാരൻ ചീത്ത പറയാൻ പറ്റിയില്ലെങ്കിലും ഒന്ന് ദേഷ്യപ്പെട്ട് നോക്കുകയെങ്കിലും ചെയ്തിരിക്കും. അത് അനുഭവിച്ച ഒരാളാണ് ഞാൻ. അപ്പോൾ ഈ പാട്ടിന് കൂടെ വായിക്കാനും കൂടി അദ്ദേഹത്തിൻ്റെ പ്രേരണ നമുക്കുണ്ടാവുന്നതർത്ഥം. അങ്ങനെയുള്ള ഗംഗാറാശാനെ ഒരു മിനിറ്റ് അനുസ്മരിച്ചു എന്ന് മാത്രം. ഇനി ആശംസിക്കാനുള്ളത് കലാനിലയം ഉണ്ണികൃഷ്ണൻ ഈ 24 സംസ്ഥാന കഥകളി പുരസ്കാരം കിട്ടി. പിന്നെ എൻ്റെ അനിയൻ പി ഡിക്കും ശരിക്കും പറഞ്ഞ ഒരു ഇതുണ്ട്. ഇപ്പം കലാസാഗർ പുരസ്കാരം കിട്ടി. അദ്ദേഹത്തിനെ ഇവിടെ ആദരിക്കണം. പക്ഷേ അദ്ദേഹം പ്രസിഡൻ്റാണ്. പിന്നെ അദ്ദേഹം തന്നെ ആദരിക്കുക, അതുകൊണ്ട് കാര്യമില്ലല്ലോ. ഇപ്പം മറ്റേ പി ഡി നമ്പൂതിരി, കലാമണ്ഡലം സുരേന്ദ്രൻ, എൻ്റെ മുമ്പിൽ ഇരിക്കുന്ന പള്ളം ചന്ദ്രൻ സാറിനെ പറ്റി ഒരു വാക്ക് പറയാതിരിക്കാൻ പറ്റില്ല. ഏതാണ്ട് 18 കൊല്ലം മുമ്പ് 2008 എൻ്റെ ഷഷ്ഠ്യബ്ദ പൂർത്തിക്ക് അദ്ദേഹം എന്നെ കോട്ടയം വരെ ഒന്ന് വരണം എന്ന് പറഞ്ഞ് എന്നെ കൂട്ടിക്കൊണ്ട് പോയി ഒരു സ്വർണ്ണക്കടയിൽ ചെന്നിട്ട് അദ്ദേഹം എനിക്ക് ഷഷ്ഠപൂർത്തിക്ക് തരാൻ വേണ്ടിയിട്ട് ഒരു മോതിരം, അപ്പോൾ അത് ഫ്രാൻസിസ് അവിടെ വെച്ചായിരുന്നു തോന്നുന്നു, അവിടെ കയറി അളവൊക്കെ എടുത്തു. അദ്ദേഹം എന്നോടൊരു വാക്ക് പറഞ്ഞിരുന്നു, ഈ കളിയരങ്ങ് തരുന്ന മോതിരം എന്നും മിടുക്കൻ്റെ കയ്യിലുണ്ടായിരിക്കും. ആ വാക്ക് ഞാൻ പാലിക്കുന്നു. ഇപ്പോഴും എൻ്റെ കയ്യിൽ കളിയരങ്ങിന് കൊത്തിവെച്ച ആ മോതിരം ഇപ്പോഴും എൻ്റെ കയ്യിലുണ്ട്. ചന്ദ്രചേട്ടനോട് ഒരുപാട് നന്ദി, കടപ്പാട്. പിന്നെ മനോജനോട് ഞാൻ ആശംസ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറേ അധികം പറ്റാവും. അതുകൊണ്ട് ആ ഔപചാരികം എന്നുള്ള നിലയ്ക്ക്, കാരണം സ്പീക്കറായി കഴിഞ്ഞാൽ എല്ലാ മുഖ്യമന്ത്രി മുതൽ പ്രതിപക്ഷമായാലും ആരായാലും സാർ എന്ന് വിളിച്ചുകൊണ്ടിരിക്കണം എന്ന് പറഞ്ഞ പോലെ ആശംസ പറയുമ്പോൾ തീർച്ചയായിട്ടും സ്റ്റേജിലിരിക്കുന്ന എല്ലാവർക്കും പറയേണ്ടതുപോലെ മനോജിനും ആശംസകൾ അർപ്പിക്കുന്നു. പിന്നെ ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാവരോടും ആശംസകളും കൃതജ്ഞതയും അറിയിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. നന്ദി. ഈ യോഗത്തെ അഭിസംബോധന ചെയ്ത് 2 വാക്ക് സംസാരിക്കുന്നതിനായി ശ്രീ കലാനിലയം ഉണ്ണികൃഷ്ണനാശാനെ സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു. ഭരിക്കുന്ന ബഹുമാന്യരായ ഗുരുതുല്യരായ എല്ലാവർക്കും എൻ്റെ നമസ്കാരം. ഞാൻ
എന്നെ നോട്ടീസിൽ ഉൾപ്പെടുത്തിയിട്ടില്ല. അതിനകത്ത് പരാതിയൊന്നുമില്ല, എങ്കിലും പറയുകയാണ്. അപ്പം ഞാൻ യാദൃശ്യമായിട്ട് എന്തായാലും കലാനിലയം ഉണ്ണികൃഷ്ണൻ എന്ന പാട്ടുകാരനെ ഇന്ന് അറിയുന്നെങ്കിൽ അത് എമ്പ്രാന്തിരി, ഗംഗാധരൻ ഉണ്ണിക്കുറുപ്പ് ഇവരുടെയൊക്കെ കൂടെ അനവധി കാലം പ്രവർത്തിക്കാൻ സാധിച്ചു എന്നുള്ളതാണ് എൻ്റെ ഒരു പ്ലസ് പോയിൻ്റ്. അതിൽ ഗംഗാധരൻ്റെ കൂടെ ആയാലും ഉണ്ണീഷ് കൂടെ ആയാലും കലാമണ്ഡലത്തിലും ഒന്നിച്ച് ജോലി ചെയ്യാൻ സാധിച്ചു. അവരുടെയൊക്കെ കൂടെ നടന്നു എന്നുള്ളതാണ് എൻ്റെ ഭാഗ്യം. അവരിൽ നിന്ന് കിട്ടിയ അറിവോ ബോധമോ ഒക്കെയാണ് എന്നെ ഇവിടെ ഈ നിലയിലെത്തിച്ചത്. എന്തായാലും ഒരു തൊഴിൽ എന്നുള്ള നിലയ്ക്ക് കഥകളി സംഗീതം പഠിക്കാൻ എൻ്റെ അച്ഛൻ എന്നെ കൊണ്ടുവന്നാക്കി. എന്തായാലും പഠിച്ചു, നല്ല സ്ഥാപനത്തിൽ ജോലി ചെയ്തു, സുഖമായിട്ട് ജീവിച്ചു. ഇതുവരെ ഇപ്പോൾ വയസ്സ് 77ആയി. ഞാനും മിടുക്കനൊക്കെ ഒരേ പ്രായക്കാരാണ്. ഇതുവരെ വലിയ കുഴപ്പമൊന്നും കൂടാതെ, വലിയ ചീത്തപ്പേരൊന്നും കേൾപ്പിക്കാതെ ഇതുവരെ ജീവിച്ചു എന്നൊരു അഭിമാനവും സന്തോഷവും സമാധാനവും എനിക്ക് ഉണ്ട്. പിന്നെന്താ പറയാനുള്ളത് വെച്ചാൽ, ഞാൻ കഴിഞ്ഞ 2005 കൃഷ്ണൻകുട്ടി പുതുതാളിൻ്റെ 100ാം ജന്മവാർഷികമായിരുന്നു. കലാമണ്ഡലത്തിൽ വെച്ചിട്ടായിരുന്നു അതിൻ്റെ പരിപാടി ഉണ്ടായത്. അപ്പം അന്ന് കലാമണ്ഡലം ഗോപിയാശാൻ്റെ കുചേലിലും സദനം കൃഷ്ണനും കല്ലുവഴി വാസുവിൻ്റെ രുക്മിണിയും ഒക്കെ ആയിട്ടൊരു കുചേലോർത്തമായിരുന്നു കഥ. എന്നെയാണ് പാടാൻ നിശ്ചയിച്ചത്. എൻ്റെ ഔദ്യോഗിക ജീവിതം തുടങ്ങുന്നത് 1970 ഞാൻ പഠനം കഴിഞ്ഞ് ആ കൊല്ലം കലാമണ്ഡലത്തിൽ ടെമ്പററി ആയിട്ട് എന്നെ അവിടെ നമ്പിശാശാൻ നിയമിച്ചു. അത് കുഞ്ചുമാരാശാനാണ് അവിടെ പ്രിൻസിപ്പാൾ. അപ്പോൾ അന്ന് ഔദ്യോഗിക ജീവിതം തുടങ്ങുന്ന ആ ഒരു സമയം 25 കൊല്ലം ഞാൻ അത് 6 മാസമായിരുന്നു അവിടെ ടെമ്പററി ആയിട്ടായിരുന്നു പോസ്റ്റ്. അത് കഴിഞ്ഞ് ഒരു കൊല്ലം ഗുരുഗോപിനാഥൻ്റെ കൂടെ പ്രവർത്തിച്ചു. വീണ്ടും ഞാൻ കലാനിലയത്തിൽ ഔദ്യോഗിക ജീവിതം തുടങ്ങി. അന്നൊക്കെ പരിപാടിയുടെ ഒരു ഘോഷയാത്രയായിരുന്നു. അപ്പോൾ ആ സമയത്ത് കലാനിലയത്തിനെ പറ്റി നിങ്ങൾക്ക് കൂടുതൽ അറിയാമെന്ന് ഞാൻ വിചാരിക്കുന്നു. എന്നും അന്നും സാമ്പത്തികമായിട്ടുള്ള പ്രശ്നം തന്നെയാണ് അവിടെ. അപ്പോൾ ആ ഒരു കാരണങ്ങളെ കൊണ്ട് തന്നെ ഞാൻ കലാനിലയത്തിൽ നിന്ന് 1980 ജോലി രാജിവെച്ച് ഒരു മാസം കൃത്യം കലാമണ്ഡലത്തിൽ പെർമനൻ്റായിട്ട് ജോലി കിട്ടി. അങ്ങനെ ഞാൻ 25 കൊല്ലം കലാമണ്ഡലത്തിൽ ഇരുന്നു. സെക്കൻഡ് ഗ്രേഡ് ഇൻസ്ട്രക്ടറായിട്ട് കയറി. പ്രിൻസിപ്പൽ പതിവ് വരെ വേണമെങ്കിൽ ഇരുന്നു എന്ന് വേണമെങ്കിൽ പറയാം. എന്തായാലും ഗുരുനാഥന്മാരുടെയൊക്കെ അനുഗ്രഹവും ആസ്വാദകരുടെ പ്രോത്സാഹനം ഒക്കെ കൊണ്ട് വലിയ കുഴപ്പമൊന്നും കൂടാതെ കലാമണ്ഡലം പെൻഷൻ മേടിച്ച് പിരിയാൻ സാധിച്ചു. ഒരു കലാകാരനെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയ ഭാഗ്യമായിട്ടാണ് ഞാൻ കണക്കാക്കുന്നത്. തൊഴിലായിട്ട് പഠിക്കുക, ആ തൊഴിലുകൊണ്ട് ജീവിക്കുക, ഔദ്യോഗിക സ്ഥാനങ്ങളിൽ ഇരിക്കുക, ഇതൊക്കെയാണല്ലോ നമ്മുടെയൊക്കെ സ്വപ്നങ്ങളും സങ്കല്പങ്ങളൊക്കെ. അപ്പം അതൊക്കെ ഏതാണ്ട് 99% സാധിച്ചു എന്നുള്ളതാണ് എന്നെ ഇവരുടെയൊക്കെ അനുഗ്രഹം കൊണ്ട് സാധിച്ചു എന്നുള്ളതാണ് സത്യം. ഞാൻ അതുകൊണ്ട് തന്നെ കഴിഞ്ഞ 2 കൊല്ലം മുമ്പ് എൻ്റെ ശാരീരികമായിട്ടുള്ള ചില വിഷമങ്ങളും ബുദ്ധിമുട്ടും കൊണ്ട് കാലവും കാലാവസ്ഥയും അന്തരീക്ഷവും കലാരംഗവും ഒക്കെ പല മാറ്റങ്ങൾ വന്നപ്പോൾ ഞാൻ വിചാരിച്ചു ഇനി സ്വരം നിലപ്പോൾ പാട്ടോർത്തുക എന്ന് പറഞ്ഞ മാതിരി നല്ല സമയത്ത് നിർത്തുക, നല്ല പേരോട് നിൽക്കുമ്പോൾ നിർത്തുക എന്നുള്ളൊരു ചിന്ത എൻ്റെ മനസ്സിൽ ചിലപ്പോൾ അത് ഔദ്യോഗികമായിട്ടായി തോന്നിയിട്ടുണ്ട്. പലരും എന്നെ വിളിച്ച് പറഞ്ഞു വേണ്ടിയിരുന്നില്ല, ഇപ്പം പ്രഖ്യാപിക്കേണ്ടിയിരുന്നില്ല എന്ന് പറഞ്ഞു. അപ്പം ഞാൻ നോക്കിയപ്പോൾ
ഔദ്യോഗിക ജീവിതം തുടങ്ങുന്ന കലാമണ്ഡലത്തിലാണ്, പെൻഷൻ പറ്റിയ കലാമണ്ഡലത്തിലാണ്. അപ്പോൾ കലാമണ്ഡലം ഗോപികൃഷ്ണനും ഉജയിലൊക്കെ ആയിട്ടൊരു വേദി ഇനി ഈ ജന്മത്തിൽ എനിക്ക് പാടാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. അപ്പോൾ എനിക്ക് തോന്നി എന്നാൽ പിന്നെ ഇവിടെ തന്നെ തുടങ്ങിയിടത്ത് തന്നെ അവസാനിപ്പിക്കാം എന്നുള്ള ഒരു തീരുമാനത്തിലാണ് ഞാൻ 2004 കലാരംഗത്ത് നിന്ന് മാറുന്നു എന്ന് ഞാൻ പ്രഖ്യാപിച്ചത്. ആ പേപ്പറിലൊക്കെ വരച്ച് ഒരുപാട് പേര് എന്നെ വിളിച്ചു. പക്ഷെ അവരോടൊക്കെ എനിക്ക് ഒന്നേ പറയാനുള്ളൂ, ഇത് ചീത്തപ്പേര് ഏൽപ്പിക്കാതെ തനിക്ക് നിർത്താനായില്ലേ എന്ന് ചോദിക്കുന്നതിൽ ഭേദം നിർത്തുന്നതല്ലേ നല്ലത് എന്നൊരു തോന്നൽ വന്നിട്ടാണ് ഞാൻ നിർത്തിയത്. ഒരുപാട് പേര് എന്നെ വിളിച്ച് പറഞ്ഞു. അവരോടൊക്കെ ഒരു ക്ഷമ മാത്രമേ പറയാനുള്ളൂ. ഇതുവരെ സ്നേഹിച്ച മാതിരിയും അനുഗ്രഹിച്ച മാതിരിയും തുടർ ജീവിതം ഭംഗിയായി കാലം കഴിക്കുവാൻ നിങ്ങളുടെയൊക്കെ അനുഗ്രഹം ഉണ്ടാവണം എന്ന് മാത്രം പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. കൂടെ ഒരു വാക്ക് വെച്ചാൽ ഈ ഒരു വേദി ഞാൻ പറഞ്ഞല്ലോ, നോട്ടീസിൽ ഈ ആദരിക്കലിൻ്റെ ഇതിൽ എൻ്റെ പേര് വെച്ചിട്ടില്ല. ഞാൻ വരുമെന്ന് പ്രതീക്ഷിച്ചിട്ടുണ്ടാവും. ഞാൻ കലാനിലൂടെ രണ്ടു കാര്യമുണ്ട്. ഒന്നാമത് കലാമണ്ഡലക്കാർ മാത്രം പങ്കെടുക്കുന്ന ഒരു വേദിയാണിത്. അപ്പം അല്ലാത്തെന്ന് പറഞ്ഞാൽ കുറൂരും ഞാനുമാണ്. പള്ളമാധവൻ്റെ ഒരു തമാശ പറയും, ഉള്ളവരെ ഉള്ളു ബഹുമാനം എന്ന് പറയും. കലാമണ്ഡലത്തിൻ്റെ പള്ളമാരെ കൊണ്ടായിരുന്നു അനുഭവത്തില. കാരണം അവർക്ക് പ്രത്യേക ഒരു പരിഗണനയുണ്ട് എല്ലായിടത്തും ഉള്ളത്. അപ്പോൾ എന്ന് പറഞ്ഞ മാതിരി അതിൻ്റെ ഒരു കുറവാവാം ചിലപ്പം. അതിൻ്റെ ഒരു കുറവുണ്ട്, ഇല്ല സംശയമില്ല, കുറവുണ്ട്. പക്ഷേ എങ്കിലും എങ്ങാട്ടും അല്ലെങ്കിൽ എന്നെ ഞാനാക്കിയ അല്ലെങ്കിൽ ആരുടെയൊക്കെ കൂടാണോ ഞാൻ നടന്നിരുന്നത് അതിൽ പ്രമുഖനായ ഒരു വ്യക്തിയാണ് ഗംഗാരട്ടൻ. ഗംഗാരട്ടൻ്റെ മോൻ ഹരിയുടെ കൂടെ തെക്കൻ നാട്ടിലൊക്കെ കളിയുണ്ടെങ്കിൽ മിക്കവാറും ഗംഗാരട്ടൻ്റെ കൂടെ ഞാനുണ്ടാവും പാടാൻ. ഞാനുണ്ടാവുക എന്ന് പറഞ്ഞാൽ ഞാനൊക്കെയാണ് കൂടെ പാടുന്നത്. ഞാനിപ്പോൾ വിനോദ് ബാബു ഇവരൊക്കെ ഉള്ള ഒരു പ്രായം കഴിഞ്ഞിട്ടാണ് ഞാനും വന്നത്. ആ ഒരു അനുഭവം പ്രോത്സാഹനമാണ് എനിക്ക് അന്ന് കിട്ടിയിരുന്നത്. അതുകൊണ്ട് തന്നെ ഗംഗാട്ടനോടൊക്കെ അവർക്കൊക്കെ എന്നോടൊരു സ്നേഹവും വാത്സല്യവും ഉണ്ടായിരുന്നു. ആ ഒരു സൗരഭ്യത്തിൽ ഞാൻ പറയുകയാണ്, ഗംഗാട്ടൻ്റെ ഈ വേദിയിൽ വരിക എന്നുള്ള എൻ്റെ ഒരു കടമയാണ്. അതുകൊണ്ടാണ് ഞാൻ വന്നത്. ഞാനിത് കമ്മിറ്റി മെമ്പറൊന്നും അല്ലെങ്കിലും ഗംഗാട്ടൻ്റെ ആയാലും ഉഷഗ്രൂപ്പിൻ്റെ ആയാലും നമ്പീശാശാൻ്റെ ആയാലും ഇതിൻ്റെയൊക്കെ അനുസ്മരണത്തിൽ പങ്കെടുക്കുക എന്നുള്ളത് എൻ്റെ ഒരു കടമയായിട്ടാണ് ഞാൻ കണക്കാക്കുന്നത്. ഞാൻ അവരുടെ കൂടെ നിന്നിട്ടാണ് ഞാനിവിടം വരെ എത്തിയത്. ആ ഒരു ഓർമ്മ എന്നിൽ ഉള്ള കാലം കൊണ്ടാണ് ഞാനിവിടെ വന്നത്. എന്തായാലും ഗംഗാട്ടൻ്റെ ഈ അനുസ്മരണ വേദിയിൽ ഇങ്ങനൊരു ആദരവ് തരാൻ കിട്ടിയതിൽ സന്തോഷമുണ്ട്. അതിന് ഭാരവാഹികളായ എല്ലാവരോടും എൻ്റെ നന്ദിയും കടപ്പാടും അറിയിക്കുന്നു. ഈ സ്നേഹവും പ്രോത്സാഹനവും എന്നും ഉണ്ടാവട്ടെ. നന്ദി, നമസ്കാരം. അടുത്തതായി മറുപടി പ്രസംഗത്തിനായി അവാർഡ് ജേതാവ് കലാമണ്ഡലം വിശ്വാസിനെ സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു. വേദിയിലും സദസ്സിലും ഇരിക്കുന്ന എല്ലാ മഹത് വ്യക്തിത്വങ്ങൾക്കും ഹൃദയം നിറഞ്ഞ നമസ്കാരം. കലാമണ്ഡലം ഗംഗാധരാശാനെ പോലെ ഒരു അതുല്യ പ്രതിഭയുടെ അനുസ്മരിക്കുന്ന വേദിയിൽ ഒരു വളർന്നു വരുന്ന കലാകാരൻ, ഒരു പഠിതാവ്, ഒരു പ്രയോക്താവ് എന്ന നിലയിൽ ലഭിച്ച ഈ പ്രോത്സാഹനം, അങ്ങനെ പറയാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. എൻ്റെ മുന്നിലിരിക്കുന്ന ഏറെ ബഹുമാന്യരായ എൻ്റെ ഗുരുനാഥന്മാർ, ഗുരുതുല്യരായവർ,
അപ്പോൾ അവരുടെ എല്ലാം മുന്നിൽ, അവരുടെ എല്ലാം ഒരു പ്രോത്സാഹനം എന്ന നിലയ്ക്ക് തന്നെയാണ് ഈ ഒരു പുരസ്കാരത്തെ ഞാൻ കാണുവാൻ ആഗ്രഹിക്കുന്നത്. മുന്നിലേക്കുള്ള വഴിയിൽ ഒരു വലിയ ഉത്തരവാദിത്ത ബോധം കൂടി നൽകുന്ന ഈ പുരസ്കാരം ശ്രീ രാമദാസേട്ടൻ്റെ പേരിലുള്ള ഈ പുരസ്കാരം ലഭിച്ചതിൽ അതിയായ സന്തോഷമുണ്ട്. ആശാൻ്റെ സംഗീതം നേരിട്ട് ഒരുപാട് കേൾക്കുവാനുള്ളൊരു ഭാഗ്യമുണ്ടായിട്ടില്ല. എന്നാൽ 1-2 തവണ ആശാൻ്റെ പാട്ട് നേരിട്ട് കേട്ടിട്ടുണ്ട്. അന്ന് ഞാൻ ഒരു കഥകളി പാട്ട് ആസ്വദിക്കുവാനോ അല്ലെങ്കിൽ ഒരു കഥകളി ആസ്വദിക്കുവാനോ പാകത്തിലുള്ള ഒരു പ്രായമോ പക്വതയോ ഒന്നും ആയിട്ടില്ല. ഞാൻ പഠിച്ച് തുടങ്ങിയ അരങ്ങേറ്റം കഴിഞ്ഞ ആ സന്ദർഭങ്ങളിലാണ് ആശാൻ്റെ പാട്ട് കേട്ടിട്ടുള്ളത്, ഗംഗാധരാശാൻ്റെ പാട്ട് കേട്ടിട്ടുള്ളത്. പിന്നീട് സത്യം പറഞ്ഞാൽ കലാമണ്ഡലത്തിൽ താൽക്കാലിക അധ്യാപകനായി ജോലി ചെയ്യാൻ തുടങ്ങിയതിന് ശേഷം ഇവിടെ അധ്യാപകരായി ബാബു ആശാൻ തുടങ്ങി, ഹരീഷ് ആശാൻ, വിനോദാശാൻ തുടങ്ങി, അവരുടെ അജേഷേട്ടൻ തുടങ്ങിയിട്ടുള്ള എല്ലാവരുടെയും ഒരു സമ്പർക്കത്തിലൂടെയും ദൈനംദിനത്തിലുള്ള സംഗീത സംബന്ധിയായ ചർച്ചകൾ നിരന്തരം കടന്നു വരുന്ന പേരാണ് കലാമണ്ഡലം ഗംഗാധരാശാൻ്റേത്. എന്നും ഇന്നത്തെ ഒരു ദിവസം ആശാനെ അനുസ്മരിച്ചുകൊണ്ട് നിർത്തുകയല്ല, ദൈനംദിനം ഞങ്ങളുടെ ജീവിതത്തിൽ ആശാൻ്റെ സ്മരണകൾ വന്നു പോകാറുണ്ട്. അത്തരം ചർച്ചകളിലൂടെയാണ് ആശാനെ കൂടുതലായിട്ടും ആശാൻ്റെ സംഗീതത്തെ കൂടുതലായിട്ടും മനസ്സിലാക്കുവാൻ സാധിച്ചിട്ടുള്ളത്. ഒട്ടും ഒരു പ്രയോക്താവ് എന്ന നിലയ്ക്ക്, സംഗീത വിദ്യാർത്ഥി എന്നുള്ള നിലയ്ക്ക് അനുകരിക്കുവാൻ ഏറെ അല്ലെങ്കിൽ പിൻപറ്റുവാൻ ഏറെ പ്രയാസം ഉള്ളൊരു ബാണിയാണ് ആശാൻ്റെ സംഗീതം. എപ്പോഴും അത്ഭുത സ്തബ്ധനായാണ് ഓരോ പദങ്ങൾ കേൾക്കുമ്പോഴും. എൻ്റെ അനുഭവം, പേഴ്സണലായിട്ടുള്ള എൻ്റെ അനുഭവം, ആശാൻ്റെ പദങ്ങൾ കേൾക്കുമ്പോൾ വളരെ അത്ഭുതത്തോടു കൂടി അതിൽ മതിമറന്ന് നിൽക്കുക, അല്ലെങ്കിൽ അത് കേട്ട് ആസ്വദിക്കുക എന്നതിൽ കവിഞ്ഞ് അതിനെ എങ്ങനെ നമ്മുടേതായ രീതിയിൽ നമ്മുടെ സംഗീതത്തിലേക്ക് അല്ലെങ്കിൽ നമ്മുടെ പ്രയോഗത്തിൽ എങ്ങനെ കൊണ്ടുവരാൻ സാധിക്കും എന്നത് എപ്പോഴും ഒരു ചോദ്യചിഹ്നമായിട്ട് നമ്മുടെ ഉള്ളിലുണ്ടാവാറുണ്ട്. അപ്പം അങ്ങനെയുള്ള ആശാൻ്റെ കൂടെ ഒരു ധാരാളം പ്രവർത്തിച്ചവരും ആശാൻ്റെ സംഗീതം ഒരുപാട് ആസ്വദിച്ചവരുമായിട്ടുള്ള ആളുകളുടെ മുമ്പിൽ അപ്പം അങ്ങനെയുള്ള ആശാൻ്റെ സംഗീതത്തെക്കുറിച്ചൊക്കെ സംസാരിക്കുവാൻ ഞാൻ ആളല്ല. എങ്കിലും ആശാൻ്റെ പാദാരവിന്ദങ്ങളിൽ ആശാൻ്റെ സ്മരണയ്ക്ക് മുന്നിൽ ശിരസ് നമിച്ചുകൊണ്ട് രാമദാസേട്ടൻ്റെ സ്മരണയ്ക്ക് മുന്നിലും ആദരാഞ്ജലികളും പ്രണാമവും അർപ്പിച്ചുകൊണ്ട് രാമദാസേട്ടൻ്റെ കുടുംബത്തോടും ഉള്ള നന്ദി കൂടെ പറഞ്ഞുകൊണ്ട് എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ നന്ദി, നമസ്കാരം. ഈ അനുസ്മരണ സമ്മേളനത്തിന് ഔദ്യോഗികമായി നന്ദി പ്രകാശിപ്പിക്കുവാൻ സമിതിക്ക് വേണ്ടി ശ്രീ കലാമണ്ഡലം ബാബു നമ്പൂതിരി അവരെ സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു. എല്ലാവർക്കും നമസ്കാരം. ഇത് ശരിക്കും ഇത്ര സമയമൊന്നും പോരാ ഇവരുടെ ഓരോരുത്തരുടെ അനുഭവങ്ങൾ നമ്മളുമായിട്ട് പങ്കുവെക്കണേന്. പക്ഷേ സാഹചര്യത്തിൻ്റെ ഒരു ദിവസം കൊണ്ട് ഈ അനുസ്മരണം മുഴുവനായി നടത്താൻ പറ്റുള്ളൂ എന്നുള്ളതുകൊണ്ട് ഞാൻ നന്ദി പ്രകാശിപ്പിക്കുകയാണ്. വൈക്കത്തമ്പലത്തിൽ 10ാം ഉത്സവം ആവാൻ കാത്തിരിക്കുമായിരുന്നു എൻ്റെ കുട്ടിക്കാലത്ത്. എങ്ങനെയും തിരുവിഴ ജയശങ്കർ സാർ അവിടെ വന്ന 10ാം ഉത്സവത്തിന് ശിവേലിക്ക് വായിക്കണ കേൾക്കാൻ. അപ്പോൾ തിരുവിഴ ജയശങ്കർ സാർ ഉൾപ്പെടെ ഇവിടെ ഈ അനുസ്മരണ സമ്മേളനത്തിൽ പങ്കെടുത്ത എല്ലാ മഹത് വ്യക്തികൾക്കും ഒറ്റ വാക്കിൽ നന്ദി പറഞ്ഞുകൊണ്ട് നമ്മൾ അടുത്ത പരിപാടിയിലേക്ക് കടക്കുകയാണ്. ഗംഗാധരാശാൻ്റെ
പാട്ടുവഴികൾ എന്ന ആശാൻ്റെ കൂടെ പ്രവർത്തിച്ചവരും ആശാൻ്റെ ശിഷ്യപ്രശിഷ്യരും ചേർന്ന് ആശാൻ്റെ സംഗീത വഴികളെക്കുറിച്ച് പാടിയും പറഞ്ഞും ചർച്ച ചെയ്യുന്ന ഒരു പ്രത്യേക പരിപാടിയാണ്. ഇതിൽ പങ്കെടുക്കാൻ ശ്രീ പത്തിയൂർ ശങ്കരൻകുട്ടി, കോട്ടയ്ക്കൽ മധു, കലാമണ്ഡലം വിനോദ്, കലാമണ്ഡലം ബാലചന്ദ്രൻ തുടങ്ങിയ വ്യക്തികളെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നമുക്ക് സമയം ഒട്ടും കളയാതെ പരിപാടി തുടങ്ങേണ്ടതുണ്ട്.